ഓക്കെ, ഓഡിബിൾ ആണെന്ന് പറയുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ പറയാം. അതായത് നിങ്ങളിപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അതായത് നമ്മൾ ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യുന്ന സമയത്ത് ബൈ പൊസിഷൻസ് ആഡ് ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ കുറക്കാൻ കഴിയുന്ന ഒരാൾ മീൻസ് അതിനെ കുറിച്ചിട്ട് അറിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് 15 മിനിറ്റ്സ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം ക്യാപിറ്റൽ റിക്വയർമെന്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓപ്ഷൻ ബൈയിങ്ങിന്റെയും സെല്ലിങ്ങിന്റെയും ഡിഫറൻസിനെ കുറിച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ സെല്ലിംഗ് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിൽ ആ ഒരു കാര്യം കൂടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ ജോയിൻ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് ശേഷം ഉണ്ടാവുന്ന നെക്സ്റ്റ് വീക്കിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള വെബിനാറിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാക്കി മാറ്റാം. അപ്പം ഇത്രയും കാര്യങ്ങൾ, അതായത് ക്യാപിറ്റലിനെ കുറിച്ചിട്ടും ഓപ്ഷൻ സെല്ലിംഗ് ആൻഡ് ബൈയിങ് അതിനെ കുറിച്ചിട്ടെല്ലാം അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് ജോയിൻ ചെയ്യേണ്ട, എക്സിറ്റ് അടിച്ച് പോകാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ക്യാപിറ്റലിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓപ്ഷൻ സെല്ലിംഗ് ഇതിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ആളുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ബൈയിങ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഓപ്ഷൻ സെല്ലിംഗിലേക്ക് മീൻസ് ഓപ്ഷൻ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മീൻസ് ഓപ്ഷൻ സെല്ലിംഗ് കൊണ്ടുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ മുമ്പായിട്ട് നമ്മുടെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. സ്ക്രീൻ വിസിബിൾ ആണോ? സ്ക്രീൻ ഷെയർ ചെയ്ത് ഓക്കെ ആണോ? യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ക്യാപിറ്റൽ, അതായത് നമ്മളിപ്പം ബൈയിങ് ചെയ്യുന്ന ആളായിരിക്കാം, നിങ്ങൾ ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്ന ആളായിരിക്കാം. ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്ന ഒരാൾക്ക് ആക്ച്വലി മാർക്കറ്റിൽ, അതായത് ഇപ്പം നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്ന ഒരാൾക്ക് 1000 അല്ലെങ്കിൽ 500 ഈവൻ 100 റേഞ്ചിലുള്ള ക്യാപിറ്റൽ വെച്ചിട്ട് വരെ, അതായത് 1 റുപ്പീസ് അല്ലെങ്കിൽ 2 റുപ്പീസ് ആണ് പ്രീമിയം ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 റുപ്പീസ് വരെ വെച്ചിട്ട് ഓപ്ഷൻ ബൈയിങ്ങിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഓപ്ഷൻ ബൈയിങ്, ഓക്കെ, പല ആളുകൾക്കും സൂം ആപ്ലിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് തോന്നുന്നു പല ആളുകളും മെസ്സേജ് അയക്കുന്നുണ്ട്. ഗൂഗിൾ മീറ്റിന്റെ ഓക്കെ, ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സെറോദയുടെ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് എങ്ങനെയാണ് നമുക്ക് മാർജിൻ കുറക്കാൻ പറ്റുന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒരു യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെ കുറിച്ചിട്ട്, പക്ഷെ ഒന്നുകൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചോദിക്കാവുന്നതാണ്. അപ്പൊ ഫസ്റ്റ് നമ്മളിപ്പം നോർമൽ ബൈ ആണ് ചെയ്യുന്നത് വിചാരിക്കുക. നോർമൽ ബൈ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഇപ്പം ട്രേഡ് ചെയ്യുന്നത് ഏകദേശം 16,200 to 300 അവർ റേഞ്ചിലാണ് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മളിപ്പം ഓപ്ഷൻ ബൈയിങ് ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോ ഓപ്ഷൻ ബൈയിങ്ങിൽ ഇൻ ദ മണി ആണെങ്കിൽ പോലും 60,000 കോൾ ഓപ്ഷൻ ആണെങ്കിൽ പോലും നമുക്കിപ്പോ വേണ്ടിവരുന്ന ക്യാപിറ്റൽ മാക്സിമം വേണ്ടിവരുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് 16,000 ആണ്. 16,200 16,200. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ബൈക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കേൾക്കും. ബൈക്കിന് ഈ രീതിയിലുള്ള എമൗണ്ട് ആണ് വരിക. അതായത് എത്ര പ്രീമിയം ആണോ ഉള്ളത് അത് ഇൻറ്റു എത്ര ലോട്ട് സൈസ്. ഇപ്പം നിഫ്റ്റിയുടെ ലോട്ട് സൈസ് എന്ന് പറയുന്നത് ഏകദേശം 50 റുപ്പീസ് 50 ക്വാണ്ടിറ്റി ആണ്. അതായത് ഒരു ലോട്ട് എന്ന് പറയുന്നത് 50 ക്വാണ്ടിറ്റി. അതായത് മിനിമം നമുക്ക് ഓപ്ഷൻസിൽ നിഫ്റ്റിയുടെ ഒരു ഓപ്ഷൻസിൽ നമ്മൾ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് 50 ക്വാണ്ടിറ്റി ബൈ ചെയ്യാനുള്ള ക്യാപിറ്റൽ വേണം. ഓക്കെ, അപ്പൊ 50 ക്വാണ്ടിറ്റി മിനിമം നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും.
അതിന്റെ കൂടെ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 16,200 ഒരു എന്താ പറയാ ഒരു ലോട്ട് മീൻസ് ഒരു സ്ട്രൈക്ക് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് 72 rupees ആണ് നമ്മൾ കൊടുക്കേണ്ടത്. പക്ഷെ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോട്ട് സൈസ് ഉണ്ട്, മിനിമം 50 ക്വാണ്ടിറ്റി നമ്മൾ ബൈ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 50 × 72.4, അപ്പൊ ടോട്ടൽ 3,620 ആ ഒരു പ്രൈസ് ആണ് വരിക ടോട്ടൽ നമ്മൾ നിഫ്റ്റിയുടെ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ. അപ്പൊ ബൈ ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആണ്. നമുക്ക് എത്രയും നമ്മളിപ്പോൾ നോർമൽ ഡെലിവറിയിൽ ബൈ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്, ഡെലിവറിയിൽ ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്. എത്രയാണോ ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ്, അത്രയേ ഉള്ളൂ. വേറെ എന്താ പറയുക കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ജസ്റ്റ് ആ ഒരു പ്രൈസ് നോക്കിയിട്ട് നമ്മുടെ ക്വാണ്ടിറ്റിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. ഇത് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. ഇത് നോർമൽ നമ്മൾ ബൈ ചെയ്യുന്ന ഓപ്ഷൻസ് ബൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ക്യാപിറ്റൽ. ഇനി ഇത് സെൽ ചെയ്യുമ്പോഴാണ് ക്യാപിറ്റൽ ഡിഫറൻസ് വരിക. സെൽ ചെയ്യുമ്പോഴാണ് പ്രശ്നം. സെൽ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പല രീതിയിലുള്ള ക്യാപിറ്റൽ റിക്വയർമെന്റ് വരും. അതായത് നോർമൽ ഒരു പ്രീമിയം സെൽ ചെയ്യാനുള്ളൊരു ക്യാപിറ്റൽ മാത്രമല്ല, സെൽ ചെയ്ത ആ ഒരു പൊസിഷൻ ലോസിലേക്ക് പോകുമ്പോൾ ആ ലോസ് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ക്യാപിറ്റൽ കൂടെ നമ്മൾ ഇതിന്റെ കൂടെ കൊടുക്കേണ്ടി വരും. അതായത് ഞാൻ മുൻപത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓപ്ഷൻസിൽ നമ്മൾ എന്താ പറയുക ഇൻഷുറൻസ് എന്നുള്ള രീതിയിലാണ്. ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് ആണ്. അപ്പം ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്ക് എത്രയാണോ ഇൻഷുറൻസിന് എമൗണ്ട് ഉള്ളത് അത് മാത്രം പേ ചെയ്താൽ മതി. അതായത് ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആള് അയാൾക്ക് എത്രയാണോ ഇൻഷുറൻസ് ഉള്ള ആ എമൗണ്ട് മാത്രം കൊടുത്താൽ മതി. പക്ഷെ ഇൻഷുറൻസ് കൊടുക്കുന്ന ആൾക്ക് അങ്ങനെയല്ല, എത്രയാണ് കൊടുക്കേണ്ടി വരിക എന്നുള്ളത് അറിയില്ല. ഓക്കെ, ഇൻഷുറൻസ് കൊടുക്കുന്ന ആൾക്ക് ഇപ്പം നമ്മളിപ്പോ ലൈഫ് ഇൻഷുറൻസ്, നമ്മുടെ നോർമൽ ഇൻഷുറൻസ്, നമ്മുടെ ഡെയിലി ലൈഫിൽ ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇപ്പം വെഹിക്കിൾ ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ എത്രത്തിലുള്ള ആക്സിഡന്റ് ആണ് അതിനെ ബേസ് ചെയ്തിരിക്കും എത്ര എമൗണ്ട് പേ ചെയ്യേണ്ടി വരിക എന്നുള്ള രീതിയിൽ. അതായത് ഇൻഷുറൻസ് കൊടുക്കുന്ന ആൾ ഇൻഷുറൻസ് കൊടുക്കുന്ന ആൾക്ക് ആക്സിഡന്റ് എത്രത്തോളം സ്ട്രോങ് ആണോ അതിനനുസരിച്ച് കൂടുതൽ എമൗണ്ട് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് മാർക്കറ്റിലും. അപ്പം എത്ര ബിഗ് ആയിട്ടുള്ള ഫോൾ ആണ് അല്ലെങ്കിൽ എത്ര ബിഗ് ആയിട്ടുള്ള അപ്സൈഡ് മൂവ്മെന്റ് ആണ്, എത്ര വോളാറ്റിൽ ആയിട്ടുള്ള മൂവ്മെന്റ് ആണോ അതിനനുസരിച്ച് കൂടുതൽ മാർജിൻ വേണ്ടി വരും. പക്ഷെ ബയ്യറിന് അത്രയൊന്നുമില്ല. ബയ്യറിന് എത്രയാണോ എമൗണ്ട് വേണ്ടത്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എത്ര രൂപയാണോ പ്രീമിയം അതിനനുസരിച്ചിട്ടുള്ള ലോട്ട് സൈസും കൂടെ കൂട്ടിയ ആ ഒരു എമൗണ്ട് മാത്രം മതി ബയ്യറിന്. പക്ഷെ സെല്ലർ ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര വരും എന്നതിനെ പറ്റി ഒരു ഐഡിയ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ എമൗണ്ട് ബ്രോക്കർ മേടിച്ചു വെക്കും. ഇപ്പൊ ഇവിടെ നമുക്ക് 16,200 ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെറും 3,000 സംതിങ്ങേ വേണ്ടി വരുന്നുള്ളൂ. പക്ഷെ 16,200 കോൾ ഓപ്ഷൻ സെൽ ചെയ്യാൻ വേണ്ടിയിട്ട് 1,00,000 rupees നമുക്ക് വേണം. അപ്പൊ ഏകദേശം 97,000 rupees ബ്രോക്കർ മേടിച്ചു വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് എല്ലാം മേടിച്ചു വെക്കാൻ പറയുന്നുണ്ട് ബ്രോക്കറോട്. അപ്പം ഇത്രയും വലിയൊരു എമൗണ്ട് മേടിച്ചു വെക്കുന്നത് ഈ പറഞ്ഞ പോലെ അൺഎക്സ്പെക്ടഡ് മൂവ്മെന്റ് അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ഇവന്റ് വരാനുള്ള ചാൻസ്, അല്ലെങ്കിൽ എത്രത്തോളം വലുതായിരിക്കും എന്നുള്ളതിനെ പറ്റി ആർക്കും ഐഡിയ അല്ലല്ലോ. അതായത് മാർക്കറ്റ് എങ്ങനെയാണ് നാളെ മൂവ് ചെയ്യാന്നതിനെ പറ്റി ആർക്കും ഐഡിയ ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഒരു വലിയ എമൗണ്ട് മേടിച്ചു വെക്കുന്നത്, അതിനൊരു ലിമിറ്റ് എന്നുള്ള രീതിയിൽ. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ 1,00,000 rupees ആണ് നമുക്ക് മാർജിൻ ആവശ്യമുള്ളത്. പക്ഷെ ഇനി ഒരു എക്സാമ്പിൾ വേണ്ടിയിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഇഷ്യൂ മാർക്കറ്റിൽ വന്നു വിചാരിക്കുക, അതിപ്പോ കൊറോണ വൈറസ് പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്ടഡ് ഇവന്റ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ബ്രോക്കർ ഈ 1,00,000 പകരം ചിലപ്പോൾ ഒരു 1.5 lakh വേണമെന്ന് പറയും. അപ്പം മാർക്കറ്റിൽ അൺസർട്ടനിറ്റി വരാനുള്ള പോസിബിലിറ്റി എത്രയാണോ അതിനനുസരിച്ചിരിക്കും ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ മാർക്കറ്റ് സ്റ്റേബിൾ ആയതുകൊണ്ടാണ് ഏകദേശം 1,00,000 മതി എന്ന് ബ്രോക്കർ പറയുന്നത്. ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഇന്ത്യ വിക്സ് അപ്സൈഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് കൊറോണ വൈറസ് പോലെ അങ്ങനെ എന്തെങ്കിലും ഇവന്റ് മാർക്കറ്റിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ 1,00,000 റിക്വയർമെന്റ് ഉള്ളത് ചിലപ്പോൾ 1.5 lakh ആവും. അപ്പം ഈ ഒരു ക്യാപിറ്റൽ സെൽ ചെയ്യാനുള്ള ക്യാപിറ്റൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എത്രയാണെന്ന് കറക്റ്റ് ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഓവറോൾ ഒരു 1,00,000 ആയിരിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം ക്യാപിറ്റൽ റിക്വയർമെന്റ് ആക്ച്വലി മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിരിക്കും. മാർക്കറ്റ് കണ്ടീഷൻ വളരെ മോശമാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടി വരും. അതല്ല മാർക്കറ്റ് കണ്ടീഷൻ വളരെ സേഫ് ആണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ എമൗണ്ട് കൊടുത്താൽ, വളരെ ചെറിയ എമൗണ്ട് അല്ല, കമ്പാരിറ്റീവ്ലി ചെറിയ എമൗണ്ട് കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ ക്യാപിറ്റൽ വരിക. അപ്പം കറക്റ്റ് ആയിട്ട് എത്ര ക്യാപിറ്റൽ വേണ്ടി വരും എന്ന് പറയാൻ കഴിയില്ല. ഇനി നമുക്ക് ഇതെങ്ങനെ കുറക്കാൻ പറ്റും, അവിടെയാണ് നമ്മുടെ ഹെഡ്ജിങ് അല്ലെങ്കിൽ നമ്മുടെ ബൈ പൊസിഷൻ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇതിനാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു റിസ്കിനനുസരിച്ചാണ് ക്യാപിറ്റൽ. ഇത് ആക്ച്വലി നമ്മൾ കൊടുക്കുന്നില്ല. ഈ ക്യാപിറ്റൽ ശരിക്കും നമ്മൾ പേ ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് എന്താ പറയാ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, ബ്രോക്കറുടെ കയ്യിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ബ്രോക്കറുടെ കയ്യിൽ ജസ്റ്റ് കൊടുക്കാന്നേ ഉള്ളൂ. അത് നമ്മളിത് എക്സിറ്റ് ചെയ്യുമ്പോൾ നേരെ റിട്ടേൺ നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ ഒരു റിട്ടേൺ തരും.
ഈ 1 lakh എമൗണ്ട് അവർ അതുപോലെ തന്നെ റിട്ടേൺ തരും. ഇതൊരിക്കലും നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട് അല്ല. ഓക്കെ, അതും മനസ്സിലാക്കാം. നമ്മൾ പേ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ട്രേഡിൽ നമുക്ക് എത്ര ലോസ് വന്നോ അത് മാത്രമേ നമുക്ക് പോവുള്ളൂ. ഈ 1 lakh നമ്മൾ പേ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അത് നമുക്ക് മീൻസ് അത് മൈനസ് ആയി പോകില്ല, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്ന എമൗണ്ട് അല്ല ഇത്. ഇത് ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി, ബ്രോക്കർക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രം ജസ്റ്റ് കൊടുക്കുന്ന ഒരു എമൗണ്ട് മാത്രമാണ്. ഓക്കെ, സേഫ്റ്റിക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കുന്ന എമൗണ്ട് ആണത്, അല്ലാതെ ഇത് വെച്ചിട്ടല്ല നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ബയ്യർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, 3000 ആണ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ 3000 നമ്മൾ കൊടുക്കുകയാണ്, അത് പിന്നെ നമുക്ക് തിരിച്ചിട്ടില്ല. നമ്മൾ സെൽ ചെയ്താലേ തിരിച്ചിട്ടുള്ളൂ. ഇത് അങ്ങനെയല്ല, ഇത് നമ്മൾ ജസ്റ്റ് സേഫ്റ്റിക്ക് വേണ്ടി 1 lakh കൊടുക്കുകയാണ്. സേഫ്റ്റിക്ക് വേണ്ടി ബ്രോക്കറുടെ കയ്യിൽ മാത്രം സേഫ്റ്റിക്ക് വേണ്ടി കൊടുക്കുന്നു. സെൽ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ലോസ് ഇതിൽ നിന്ന് അവർ പിടിച്ചിട്ട് ബാലൻസ് എമൗണ്ട് നമുക്ക് ക്രെഡിറ്റ് ആവും. ഓക്കെ, അങ്ങനെയാണ് സെല്ലിങ്ങിന്റെ പ്രോസസ് വരുന്നത്. ഇനി ഇത് കുറക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, എന്തെങ്കിലും അൺഎക്സ്പെക്ടഡ് ഇവന്റ് വരുമ്പോൾ, അതായത് നമുക്ക് റിസ്ക് ഉണ്ടാവുമ്പോഴാണ് ക്യാപിറ്റൽ കൂടുതൽ വേണ്ടി വരിക. ഓക്കെ, ഇപ്പോ നിഫ്റ്റിയുടെ 16,200 CE, ഓക്കെ, നിഫ്റ്റിയുടെ 16,200 CE നമ്മൾ സെൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് റിസ്ക്? നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് 16,200 CE സെൽ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത്, മീൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 16,200 താഴെ നിഫ്റ്റി ക്ലോസ് ചെയ്യും എന്നുള്ളൊരു സംഭവമാണ്. ഓക്കെ, അപ്പൊ ഇൻ കേസ് 16,000 താഴെ നിഫ്റ്റി ക്ലോസ് ചെയ്യാതെ നിഫ്റ്റി ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത്. അതായത് 16,200 മുകളിലോട്ട് നിഫ്റ്റി എത്ര പോകുന്നുണ്ടോ അത്രയും നമുക്ക് ലോസ് വന്നുകൊണ്ടേയിരിക്കും, അൺലിമിറ്റഡ് ലോസ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ അൺലിമിറ്റഡ് ലോസ് ആവുമ്പോഴാണ് നമുക്ക് 1 lakh മാർജിൻ അവർ മേടിച്ചു വെക്കുന്നത്. ഓക്കെ, പക്ഷെ ഇതിന് പകരം നമ്മൾ അൺലിമിറ്റഡ് ലോസ് ആവാതെ നമ്മൾ ഹെഡ്ജ് ചെയ്തുകൊണ്ട് ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രോക്കർ പറയും ഈ 1 lakh rupees നമുക്ക് വേണ്ട, അല്ലെങ്കിൽ എനിക്ക് 1 lakh rupees തരണമെന്നില്ല, ഒരു 20,000 സേഫ്റ്റിക്കും തന്നാൽ മതി എന്ന് പറയും. ഇതാണ് ശരിക്കും മാർജിൻ കുറക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമുക്കുള്ള ഈ ഒരു അൺലിമിറ്റഡ് റിസ്ക് ഉണ്ട്, അത് നമ്മൾ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കുക. അത് ഒഴിവാക്കിയിട്ട് ഒരു ലിമിറ്റഡ് റിസ്ക് ആക്കിയിട്ട് മാറ്റി കഴിഞ്ഞാൽ ബ്രോക്കർ പറയും ഈ 1 lakh പകരം ഒരു 20 lakh മതി, അല്ലെങ്കിൽ 30 lakh മതി. സോറി, 1 lakh പകരം ഒരു 20,000 അല്ലെങ്കിൽ 30,000 മതി എന്ന് പറയും. ഇതാണ് നമ്മൾ ക്യാപിറ്റൽ കുറക്കുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെ നമ്മൾ റിസ്ക് കുറക്കും എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. റിസ്ക് കുറച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ കുറച്ച് മതി എന്നുള്ളത് ബ്രോക്കർ പറയും, അപ്പൊ നമുക്ക് ചെറിയ മാർജിന്റെ ആവശ്യമുള്ളൂ. ഓക്കെ, ഇനി റിസ്ക് എങ്ങനെ കുറക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ ആണ്. നമുക്ക് റിസ്ക് എപ്പോഴാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. റിസ്ക് എപ്പോഴാണ് വരുന്നത്? 16,200 മുകളിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് റിസ്ക് വരുന്നത്. ഓക്കെ, അപ്പം 16,200 മുകളിലോട്ട് വരുമ്പോൾ പ്രോഫിറ്റ് വരുന്ന ഒരു പൊസിഷനും കൂടെ നമ്മൾ ഹോൾഡ് ചെയ്താൽ എന്താവും? അതായത് 16,200 CE സെൽ ചെയ്യുമ്പോൾ നമുക്ക് അപ്സൈഡിലേക്ക് അൺലിമിറ്റഡ് റിസ്ക് ആണ്. ഓക്കെ, അൺലിമിറ്റഡ് റിസ്ക് ആണ്, ഇവിടെ റിസ്ക് ഉണ്ട്. ഇതേ സമയം നമ്മൾ 16,300 കോള്, അല്ലെങ്കിൽ 300 പകരം 200 ഏതെങ്കിലും ഒരു കോള് നമ്മൾ ബൈ ചെയ്താലോ എന്താ സംഭവിക്കുക? 16,300 കോള് നമ്മൾ ബൈ ചെയ്താൽ 16,300 മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് ഇതിന് പ്രോഫിറ്റ് വരും. ഇവിടെ 16,200 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ലോസ് ആണ് വരിക. ഇവിടെ നമുക്ക് 16,300 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പ്രോഫിറ്റ് വരിക. അപ്പൊ ഒന്നില് നമുക്ക് അൺലിമിറ്റഡ് പ്രോഫിറ്റ് അങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഒന്നില് അൺലിമിറ്റഡ് ലോസും വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇതിന്റെ രണ്ടിനും, അതായത് ഇപ്പൊ നമ്മൾ 16,200 കോൾ ഓപ്ഷൻ സെല് ചെയ്തിട്ട് 16,300 കോൾ ഓപ്ഷൻ സെല് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ, അതായത് 200-നും 300-നും ഇടയിലുള്ള ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് റിസ്ക് ഉള്ളൂ. 300 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പ്രോഫിറ്റ് വരികയും ചെയ്യും. 300 മുകളിൽ പോയി കഴിഞ്ഞാൽ ഇതിൽ ലോസ് വന്നാലും ഇതിൽ പ്രോഫിറ്റ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഹെഡ്ജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒന്നിൽ നമുക്ക് ലോസ് വന്നാലും ഒന്നിൽ പ്രോഫിറ്റ് വരുന്നുണ്ട്. അപ്പൊ ബ്രോക്കറിന് മനസ്സിലാവും, ഓക്കെ, ഇയാള് ഒരു സെൽ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ കൂടെ ഒരു ബൈ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് ആ ബൈന്ന് പ്രോഫിറ്റ് വരും. അപ്പൊ ഒന്നിൽ ലോസ് വരുമ്പോൾ ഒന്നിൽ പ്രോഫിറ്റ് വരുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇയാൾക്ക് ഒന്നിൽ പ്രോഫിറ്റ് വന്നാലും ഒന്നിൽ ലോസ് വന്നാലും മറ്റേതിൽ പ്രോഫിറ്റ് ഉണ്ടായതുകൊണ്ട് അത് രണ്ടും മൈനസ് ചെയ്തിട്ടുള്ള ബാലൻസ് എമൗണ്ട് ആയിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഒരു ഡിസിഷൻ ബ്രോക്കർ എടുക്കുന്നതോടുകൂടി ബ്രോക്കറിന് ആ ഒരു മീൻസ് നമ്മുടെ അൺഎക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ ഒരു ബിഗ് ലോസ് അല്ലെങ്കിൽ അൺലിമിറ്റഡ് ലോസ് ഇല്ലാതാവും. അപ്പോ
ബ്രോക്കറിന് ഈ 1 lakhന് പകരം ഒരു 20,000 എടുത്താലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം നമുക്ക് അൺലിമിറ്റഡ് ലോസ് ഇല്ല. അൺഎക്സ്പെക്ടഡ് ഇവന്റ് അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ലോസ് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ റിസ്ക് നമ്മൾ മാനേജ് ചെയ്തുകൊണ്ട് ബ്രോക്കർ പറയും 1 lakhന് പകരം നിങ്ങൾ 20,000. ഇങ്ങനെയാണ് നമ്മൾ ഈ മാർജിൻ കുറക്കുന്നത് അല്ലെങ്കിൽ മാർജിൻ റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ മാർജിൻ റിക്വയർമെന്റും അതുപോലെ തന്നെ മാർജിൻ റെഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ് ഇത് എന്താണ് അവസ്ഥ? ഇത് ഞാൻ ഒന്നുകൂടെ പറയണോ, അല്ലെങ്കിൽ ഇതിൽ ഏതാണ് ഒന്നുകൂടെ പറയേണ്ടത്? ഒന്ന് റീപ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മാർജിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വളരെ സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. ഇത് എക്സ്പോഷർ എന്താണെന്നോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഓപ്ഷൻ സെറ്റിംഗിൽ നമുക്ക് ഇത്ര ക്യാപിറ്റൽ വേണ്ടി വരും. അതിന്റെ കൂടെ ഒരു ബൈ പൊസിഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കുറച്ച് കിട്ടും. അതിന് കാരണം ആ റിസ്ക് നമ്മൾ ഒഴിവാക്കുമ്പോഴാണ് ബ്രോക്കർ അത്തരത്തിലുള്ളൊരു പോസിബിലിറ്റി നമുക്ക് തരുന്നത്. ജോസഫ് പറയൂ. ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ ചാറ്റിൽ എന്തെങ്കിലും റീപ്ലൈ തന്നത്? ഓക്കെ, എനിക്ക് ക്ലിയർ ആണ്, ഇതുവരെ മനസ്സിലായി. സെൽ ചെയ്യുമ്പോൾ എത്ര ഡീപ്പ് ഉള്ളത് എടുക്കാൻ പറ്റും? അതാണ് സെൽ ചെയ്യുമ്പോൾ. സവാദൊന്ന് പറയാമോ? എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ടൈപ്പ് ചെയ്ത് എങ്ങനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും വേറെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അതും പറയാം. ഓക്കെ, അത് പറയാം. എപ്പോഴാണ് ബൈ ചെയ്യേണ്ടത്, സെൽ ചെയ്യേണ്ടത്, അത് പറയാം. അതിന് മുൻപായിട്ട് സവാദിന്റെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ക്ലിയർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ. സാറേ, പറയൂ. അത് നമ്മളിപ്പോ ഒരു ഓപ്ഷൻ സെല് ചെയ്യല്ലേ. അപ്പൊ അതായത് ഇപ്പോ നിഫ്റ്റി ആ റേഞ്ചിൽ പോകില്ലാന്ന് വെച്ചിട്ടല്ല അങ്ങനെ സെല് ചെയ്യണത്. അപ്പൊ അത് നമ്മൾ എത്ര ഡീപ്പിൽ, അതായത് എത്ര ഇപ്പൊ ഒരു 15,500 നിഫ്റ്റിയിലെ ലെവലിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 16,000 എന്നുള്ള ലെവലിക്ക് നിഫ്റ്റി പോകില്ലാന്ന് കരുതിയിട്ടല്ല നമ്മൾ സെല് ചെയ്യാം. അതെ. അപ്പൊ 16ന് പകരം അതിന് കുറച്ച് അതിന്റെയും മേലക്കുള്ള എടുത്താൽ കുഴപ്പമുണ്ട്. അതായത് എത്രത്തോളം ഇതായിട്ട് എടുക്കേണ്ടത് സെല് ചെയ്യാൻ. സ്ട്രൈക്ക് പ്രൈസ് ഏത് സെലക്ട് ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ? ഓക്കെ, അതായത് അത് ആക്ച്വലി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രൈക്ക് പ്രൈസ് എത്രത്തോളം സേഫ് ആവുന്നോ അതിനനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റും കുറയും. അപ്പൊ അത് ശരിക്കും നമ്മളത് ബാലൻസ് ചെയ്യാണ് ചെയ്യുക. അതായത് ഇപ്പൊ നിങ്ങൾ നിഫ്റ്റി ഇപ്പൊ 15,500 നിൽക്കുന്നത് വിചാരിക്കുക. ഓക്കെ, നിഫ്റ്റി ഇപ്പം 15,500 നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 16,000 ബ്രേക്ക് ചെയ്ത് പോവാന്ന് പറയുന്നത് ഏകദേശം 500 പോയിന്റ്സ് അപ്സൈഡിലേക്ക് മൂവ് ചെയ്തത് അത് ബ്രേക്ക് ചെയ്ത് പോകാന്ന് പറയുന്നത് ലോവർ പ്രോബിലിറ്റി ആയിരിക്കും 15,500 അപ്പൊ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ അതായത് നമ്മൾ എത്രത്തോളം സേഫ് ആയിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസ് എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റും കുറയും. ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടത് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള റേഞ്ച് അല്ല പറയേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം അടുത്തുള്ള സ്ട്രൈക്ക് പ്രൈസ് അതായത് ഒരു 15,500 നിൽക്കുമ്പോൾ 15,600 കോൾ ഓപ്ഷൻ നമ്മൾ സെല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു 10,000 പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ 16,000 കോൾ ഓപ്ഷൻ ആണ് സെൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പകരം ചിലപ്പോൾ 3,000 കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് വേണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര സേഫ് ആയിട്ടുള്ള ട്രേഡ് എടുക്കണം, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തെടുക്കും നിങ്ങളുടെ സ്ട്രൈക്ക് പ്രൈസ്. അടുത്തുള്ള സ്ട്രൈക്ക് പ്രൈസ് എടുക്കുമ്പോൾ റിസ്കും കൂടും. അടുത്തുള്ള സ്ട്രൈക്ക് പ്രൈസ് എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ ലോസും ഈ പറഞ്ഞ പോലെ 10,000 ആയിരിക്കും. മീൻസ് ഈവൻ അതിലേറെ കൂടുതലായിരിക്കും. സെല്ലിംഗ് ആയതുകൊണ്ട് അൺലിമിറ്റഡ് ആയിരിക്കും, അപ്പൊ ഹയർ റിസ്ക് ആയിരിക്കും. ദൂരെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 3K പ്രോഫിറ്റ് വരുള്ളൂ, പക്ഷെ ലോസ് വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും, പ്രോബിലിറ്റി കൂടുതലായിരിക്കും. അതാണ് സ്ട്രൈക്ക് പ്രൈസിന്റെ ഒരു കാര്യം. വേറെ എന്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു? വോയിസ് കേൾക്കുന്നില്ല എന്ന് പറയുന്നു. ആക്ച്വലി എല്ലാവർക്കും കേൾക്കുന്നുണ്ട് തോന്നുന്നു, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ആദ്യം ബൈ ആണോ സെല്ലാണോ ചെയ്യേണ്ടത്?
അതായിരുന്നു വേറെ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഇതേപോലെ മാർജിൻ നമ്മൾ കുറച്ചുകൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ബൈ പൊസിഷൻ ആഡ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ആദ്യം സെൽ പൊസിഷൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 1 lakh വരുന്നുണ്ട്. ഓക്കെ, മാർജിൻ റിക്വയർമെന്റ് 1 lakh വരുന്നുണ്ട്. പക്ഷെ ഇതിന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പം ആദ്യം നിഫ്റ്റിയുടെ 16,300 കോൾ ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 1,000 rupees ആണ് വരുന്നത്. അപ്പൊ 1,000 rupees ഉണ്ടെങ്കിൽ ഈ ബൈ പൊസിഷൻ നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ 1,000 മതി. ഇനി ഇതിനെ കൂടെ സെൽ ആഡ് ചെയ്യുമ്പോൾ 16,300 കോൾ ഓപ്ഷൻ നമ്മൾ സെല്ലും കൂടെ ചെയ്യുമ്പോൾ നിഫ്റ്റിയുടെ 16,200 കോൾ ഓപ്ഷൻ നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് എന്തായി 18,000 ഉണ്ടെങ്കിൽ നമുക്ക് ഈ ട്രേഡ് എടുക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ബൈ ചെയ്തപ്പോൾ 1000 രൂപ മതിയായിരുന്നു. രണ്ടാമത് സെല്ലും കൂടെ ഇടാൻ വേണ്ടിയിട്ട് 18,000 രൂപ മതി. പക്ഷെ ഇതിന് പകരം നമ്മൾ ഈ ബൈ അല്ല ആദ്യം സെല്ലാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്ക് 1 lakh വേണം. അതാണ് എപ്പോഴും മാർജിൻ കുറവായത് ഏതാണ്? ബൈ പൊസിഷൻ ആണ്. അപ്പൊ ബൈ പൊസിഷൻ ആദ്യം ചെയ്യാം, അതായത് ബൈ ആദ്യം ചെയ്യാം, പിന്നെ സെല്ല് ചെയ്യാം. അതുപോലെ തന്നെ എക്സിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതും കൂടെ ശ്രദ്ധിക്കണം. എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ബൈ ചെയ്തെന്ന് വിചാരിക്കാം, 16,300 ഓപ്ഷൻ ബൈയും ചെയ്ത് ഹോൾഡ് ചെയ്യാണ്. ഇപ്പൊ ഈ ഒരു സമയത്ത് 18,000 ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഹോൾഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇൻ കേസ് നിങ്ങളിപ്പോ ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾ എക്സിറ്റ് ചെയ്യുന്നത് ആദ്യം ബൈ ആണെന്ന് വിചാരിക്കുക. നമ്മൾ ആദ്യം ബൈ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ബൈ ആണ് ആദ്യം ചെയ്തത്. അതുപോലെ തന്നെ ആദ്യം നമ്മൾ ബൈ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മാർജിൻ റിക്വയർമെന്റ് 1 lakh ആയി. അപ്പൊ നമ്മൾ ആദ്യം ബൈ പൊസിഷൻ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 lakh നമ്മളെ ക്യാപിറ്റൽ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് മൈനസ് ആയിട്ട് കാണിക്കും. അങ്ങനെ മൈനസ് ആയിട്ട് കാണിച്ചാൽ അതിന്റെ അതിന് ചെറിയ ഫൈൻ ഉണ്ടാവും, പെനാൽറ്റി ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഇങ്ങനെ ഒരു പൊസിഷൻ ഉണ്ട്, 16,300 കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ പറഞ്ഞ പോലെ റിസ്ക് ഉള്ള ആ ഒരു പൊസിഷൻ നമ്മൾ എക്സിറ്റ് ചെയ്യാം. ഏതാണ് ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർജിൻ റിക്വയർമെന്റ് കാണുന്നത് ഏകദേശം ഇവിടെ 1 lakh മാർജിൻ റിക്വയർമെന്റ് കാണുന്ന പൊസിഷൻ ആദ്യം എക്സിറ്റ് ചെയ്യുക, അതായത് സെല്ല്. ഈ സെൽ പൊസിഷൻ ആദ്യം എക്സിറ്റ് ചെയ്യുക, പിന്നെ ബൈ പൊസിഷൻ എക്സിറ്റ് ചെയ്യുക. പക്ഷെ ബൈ ചെയ്യുമ്പോൾ അങ്ങനെയല്ല, അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെയല്ല, ആദ്യം ബൈ ചെയ്തിട്ട് പിന്നെയാണ് സെല് ചെയ്യുക. നമ്മളൊരു പൊസിഷൻ എക്സിറ്റ് ചെയ്യുമ്പോൾ ആദ്യം സെല്ലിൽ എക്സിറ്റ് ചെയ്യുക. രണ്ടും ഓപ്പോസിറ്റ്. പൊസിഷനിലേക്ക് വരുമ്പോൾ, അതായത് പൊസിഷൻ എടുക്കുന്ന സമയത്ത് ആദ്യം ബൈ പിന്നെ സെൽ, പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം സെൽ പിന്നെ ബൈ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി അതും ഓക്കെ ആയി. ഇനി എന്താണ് OE നോക്കിയാണോ സ്ട്രൈക്ക് പ്രൈസ് തിരഞ്ഞെടുക്കുന്നത്? ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതായത് അത് അനലൈസ് ചെയ്യുന്ന മെത്തേഡാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. ഓക്കെ, അതൊക്കെ അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ നെക്സ്റ്റ് വെബിനാറിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാസ്കറ്റ് ഓർഡർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ബാസ്കറ്റ് ഓർഡർ ഈ നമ്മുടെ സെറോദയിലുള്ള ഒരു ഓപ്ഷൻ ആണ്. ബാസ്കറ്റ് ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എത്ര ക്യാപിറ്റൽ വേണ്ടി വരും എന്നുള്ളത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഒരേ സമയം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് ബാസ്കറ്റ് ഓർഡർ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ മാനുവലി എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ ബൈ പൊസിഷൻ, ഇപ്പം മാനുവലി ബൈ ചെയ്യാന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ ഓർഡർ ക്വാണ്ടിറ്റി കൊടുത്തിട്ട് നമ്മൾ ബൈ ചെയ്യണം. അത് ആദ്യം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. അതിനുശേഷം കുറച്ച് ടൈം എടുത്തിട്ട് പിന്നെയാണ് സെൽ പൊസിഷൻ, അതായത് അത്രയും ടൈം എടുക്കും. നമ്മൾ ഓരോന്ന് ചെയ്യാനുള്ള ആ ഒരു ടൈമിംഗ് വരും. ഒന്ന് ബൈ ചെയ്തിട്ട് പിന്നെ ഒരു സെൽ ചെയ്യുമ്പോൾ ആ ഒരു ടൈമിംഗ് ഡിഫറൻസ് വരും. അപ്പൊ ആ ഒരു ടൈമിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബാസ്കറ്റ് ഓർഡർ. ഇത് നമ്മൾ ഇതിൽ ഓരോ ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്തിട്ട്, അതായത് ഓരോ ഓർഡർ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ട് അവസാനം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാ ഓർഡറും ഒരേ സമയം സെയിം ടൈമാണ് ഈ ഓർഡേഴ്സ് എല്ലാം എക്സിക്യൂട്ട് ആവാം. അപ്പൊ അങ്ങനെ ഒരേ സമയം ഒരുപാട് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബാസ്കറ്റ് ഓർഡർ. ഇത് സെറോദിലാണുള്ളത്, വേറെ ബ്രോക്കേഴ്സ് ഇതിലൊക്കെ ഉള്ളത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. സെറോദിലാണ് ഉള്ളത്. സാർ, അപ്പൊ നമുക്ക് ഒരു ഡൗട്ട് ചോദിക്കാനാണ്, നമുക്ക് ഏഞ്ചൽ ബ്രോക്കിംഗ് പോലത്തെ മറ്റു ബ്രോക്കേഴ്സിൽ അപ്പൊ എങ്ങനെയായിരിക്കും നമ്മുടെ ഈ ഏഞ്ചൽ ബ്രോക്കിംഗിൽ ഈ ബാസ്കറ്റ് ഓർഡർ ഇല്ലാത്ത ബ്രോക്കേഴ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്ന് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. അത് ആക്ച്വലി കുറച്ച് മീൻസ് റിസ്കി ഒന്നല്ല. നമ്മൾ ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ടൈം കൺസ്യൂമിംഗ് ആണോ അങ്ങനെ? അതാണോ ഉദ്ദേശിച്ചത്? അതായത് നമ്മളിപ്പോ ഒരു ബൈ എടുത്തിട്ട് പിന്നെ ഒരു സെല്ലും കൂടെ എടുക്കുമ്പോൾ നമുക്കത് രണ്ടും ഒരേ ടൈം ഫ്രെയിമിൽ കിട്ടണം. മനസ്സിലായോ? അതായത് ഇപ്പോൾ ബൈ പൊസിഷൻ ഇപ്പൊ ഇവിടെ നമ്മള് ഒരു ബൈ
ആഡ് ചെയ്തിട്ട് പിന്നെ ഒരു സെല്ല് ആഡ് ചെയ്യുന്നു. അപ്പൊ ബൈ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് 20.45 നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അതിനുശേഷം അതായത് 20.45 ഇവിടെ പ്രൈസ് ഉണ്ടാകുന്ന സമയത്ത് സെൽ പൊസിഷനിൽ പ്രൈസ് വരുന്നത് 72.4 ആണ്. അപ്പൊ ഇങ്ങനെ രണ്ടും ഇതേ പ്രൈസിൽ തന്നെ നമുക്ക് സെല്ലും കൂടെ ചെയ്യണം. അതായത് 72.4 നമുക്ക് സെല്ലും കൂടെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരേ സമയം രണ്ടും എക്സിക്യൂട്ട് ചെയ്യണ്ടേ. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിനനുസരിച്ച് മാർക്കറ്റ് പ്രൈസ് മാറിക്കൊണ്ടിരിക്കും. അതായത് ആ സ്ട്രൈക്ക് പ്രൈസിന്റെ പ്രൈസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു ടൈം ഫ്രെയിം നമ്മളിപ്പോ ഒരു എന്താ പറയുക, ഒരു 10 സെക്കൻഡ്സ് ആണ് നമുക്ക് ആ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു 10 സെക്കൻഡ്സിലുള്ള പ്രൈസ് മൂവ്മെന്റ് ചിലപ്പോൾ നമുക്ക് ലാഭമായിട്ട് വരും, ചിലപ്പോൾ നമുക്ക് നഷ്ടമായിട്ട് വരും. അപ്പൊ അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ 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 താങ്ക് യു. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പം ഇതിലിപ്പോ 2 ലെഗ് അല്ലേ, നമ്മൾ 4 ലെഗ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ 2 ലെഗ് മാത്രമായിട്ട് സ്ക്വയർ ഓഫ് ചെയ്യുവാണെങ്കിൽ അതിനനുസരിച്ച് പെനാൽറ്റി വല്ലതും വരുമോ? ഇല്ല, നമ്മൾ 2 ലെഗ് സ്ക്വയർ ഓഫ് ചെയ്യുമ്പോൾ ഒന്ന് ബൈയും ഒന്ന് സെല്ലും ആവണമെന്നേ ഉള്ളൂ. ഒരു അതെ. അതായത് 2 സി ഉണ്ട് 2 പി ഉണ്ട്. ഞാൻ പി മാത്രമായിട്ട് സ്ക്വയർ ഓഫ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മാർജിൻ പെനാൽറ്റി വരും. പ്രശ്നമില്ല. അങ്ങനെ ഇപ്പം നിങ്ങൾ സ്ട്രാങ്കിളാണ്, കുറച്ച് അഡ്വാൻസ്ഡാണ്, സ്ട്രാങ്കിളാണ് എടുത്തതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു സൈഡിലുള്ള പൊസിഷൻ മാത്രം കീപ്പ് ചെയ്യുമ്പോൾ സ്ട്രാങ്കിളിൽ ഇപ്പൊ നമുക്കൊരു 50,000 ആണ് ക്യാപിറ്റൽ വന്നതെന്നുണ്ടെങ്കിൽ ഒരു സൈഡിലുള്ള പൊസിഷൻ എക്സിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ 50,000 ചിലപ്പോൾ നമുക്കൊരു 70,000 ക്യാപിറ്റൽ റിക്വയർമെന്റിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. അതായത് ക്യാപിറ്റൽ റിക്വയർമെന്റ് നമ്മൾ പൊസിഷൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ചേഞ്ച് ആവും. അപ്പൊ അങ്ങനെ ചേഞ്ച് വരുമ്പോൾ ആ ഒരു ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പം സ്ക്വയർ ഓഫ് ചെയ്യുമ്പോൾ ആക്ച്വലി ഞാൻ ഫയേഴ്സും സെറോദയാണ് ഉപയോഗിക്കുന്നത്. രണ്ടിലും ഈ പെൻഡിങ് എമൗണ്ട് എത്ര വരും എന്ന് അറിയാൻ പറ്റത്തില്ല. മാർജിൻ പെനാൽറ്റി അടിക്കുമ്പോഴേക്കും ഞാൻ പെനാൽറ്റി അടിച്ചു. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അതായത് അങ്ങനെ നിങ്ങൾ 4 പൊസിഷൻ എടുക്കുമ്പോൾ 50,000 ആണ് ക്യാപിറ്റൽ വേണ്ടി വന്നത്. പക്ഷെ അതിൽ 2 പൊസിഷൻ എക്സിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 70 വേണ്ടി വന്നു എന്നുണ്ടെങ്കിൽ അവിടെ ആ സമയത്ത് നമുക്ക് മൈനസ് വരും. അപ്പൊ അത് നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം അതിനെന്ത് ഒരു 20,000 അല്ലെങ്കിൽ 30,000 ഒക്കെ എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഒരു 20 അല്ലെങ്കിൽ 30 ഒക്കെ മാക്സിമം വരേണ്ടി വരുള്ളൂ, മീൻസ് അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ. ഇനി വേറെന്താ ക്വസ്റ്റ്യൻ? ഓക്കെ, അപ്പം മാർജിൻ ക്യാപിറ്റൽ ബൈ ചെയ്യുന്നത് എങ്ങനെയാണ്, പൊസിഷൻ എടുക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി വേറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. നിങ്ങൾ ചാറ്റിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വോയിസ് ആയിട്ട് ചോദിക്കാന്നുണ്ടെങ്കിൽ നല്ലത്. ബാസ്കറ്റ് ഓർഡർ വെച്ച് എക്സിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബാസ്കറ്റ് ഓർഡർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആ പൊസിഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ചെയ്യാലോ. അതിൽ പൊസിഷൻസ് ഒന്നുമില്ല. പൊസിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്ന് ടിക്ക് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പൊ അതിന് ബാസ്കറ്റ് ഓർഡറിന്റെ ആവശ്യമില്ല. ഫാസ്റ്റ് സ്ട്രൈക്ക് ബൈ ചെയ്യുമ്പോൾ എറർ വരുന്നു. ഓക്കെ, സെറോദയിൽ ഫാർ സ്ട്രൈക്ക് പ്രൈസ് ബൈ ചെയ്യുന്ന സമയത്ത് എറർ വരും. അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ഓയി ബ്ലോക്ക് ആവും. അങ്ങനെ ചില ബ്രോക്കേഴ്സിന് അങ്ങനെ ഉണ്ട്. അപ്പം അത് ഒരു കാര്യം ചെയ്യാനുള്ളൂ, അതിന്റെ ബ്രോക്കർ ചേഞ്ച് ആക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല. അല്ലെങ്കിൽ നമ്മൾ ആദ്യം സെൽ പൊസിഷൻ ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ മാർജിൻ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ആദ്യം ബൈ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ബ്ലോക്ക് വരിക. ഓക്കെ, സ്ട്രൈക്ക് പ്രൈസ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക സെറോദ. പക്ഷെ നമ്മൾ ആദ്യം സെല് ചെയ്തിട്ട് പിന്നെയാണ് ബൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ആദ്യം ബൈ ചെയ്യുന്നതിന് ആദ്യം സെല്ലാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം സെല് ചെയ്യണമെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ വേണ്ടി വരും. അപ്പൊ അങ്ങനെ ക്യാപിറ്റൽ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലോക്കും കാര്യങ്ങളൊന്നും പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഈ സെറോദയിൽ തന്നെ ട്രേഡ് ചെയ്യാം. അതല്ല ക്യാപിറ്റൽ ഇല്ല, നിങ്ങൾ ചെറിയ എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ആദ്യം ബൈ പൊസിഷൻ ആഡ് ചെയ്തിട്ട് പിന്നെ സെൽ പൊസിഷൻ ആഡ് ചെയ്തുകൊണ്ടുള്ള ട്രേഡ്, ആ രീതിയിൽ ട്രേഡ് ചെയ്യാനാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സെറോദ മാറിയിട്ട് വേറെ ഏതെങ്കിലും ബ്രോക്കറിലേക്ക് പോകുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് ഈ ഒരു ഡൗട്ട്, ഈ സെൻസിബിൾ എന്നുള്ള നമ്മുടെ പ്ലാറ്റ്ഫോം അല്ലേ, അപ്പൊ നമുക്ക് ഈ സെറോദ സെൻസിബിൾ ഇപ്പം ഏഞ്ചലൊക്കെ ആയിട്ട് ലിങ്ക്ഡ് അല്ലേ, ഏഞ്ചലായിട്ട് ആണല്ലോ അല്ലേ? ആണോ? ഞാൻ സെൻസിബിളിന് ഞാൻ സെറോദ മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ സെറോദയിലാണെങ്കിൽ തന്നെ ഇപ്പൊ നമുക്കിപ്പോ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തുമ്പോൾ നമുക്ക് ലൈവായിട്ട് നമ്മുടെ സെൻസിബിളിൽ നമുക്ക് അതിന്റെ ചേഞ്ചസ് നമുക്ക് അനലൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിൽ ഡെമോ ട്രേഡ് ഉണ്ട്. അതെ, നിങ്ങൾ ഉദ്ദേശിച്ചതാണോ പൊസിഷനിലുള്ള? ഉണ്ടെങ്കിൽ കാണിക്കുള്ളൂ. അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തുമ്പോൾ നമുക്ക് സെൻസിബിളിൽ നമുക്ക് അതിന്റെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതിന്റെ അനുസരിച്ച് അതെ.
ഏകദേശം ഇവിടെ ഒരു സെൻസിബിളിനെ സിമ്പിൾ കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം ഈ പോയിന്റിലാണ് വരാറ്. ഇവിടെ പൊസിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അത് കാണിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, ബാസ്കറ്റ് ഓർഡർ എങ്ങനെയാണ് എടുത്തത്? ബാസ്കറ്റ് ഓർഡർ നമ്മൾ സെറോദ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓർഡേഴ്സ് ഉണ്ടാവും, ഓർഡേഴ്സിൽ ഉണ്ടാവും ബാസ്കറ്റ് ഓർഡർ, GTT, SIP എല്ലാം ഉണ്ടാവും. അതിൽ ബാസ്കറ്റ് ഓർഡർ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇനി ക്വസ്റ്റ്യൻസ് ഇല്ലാന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ വോയിസ് ആയിട്ട് ചോദിക്കുന്നതാവും നന്നാവാ. ഹലോ, പറഞ്ഞോളൂ. അതെ, നമ്മളിപ്പോ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോ ഇപ്പോ നമുക്ക് സ്റ്റോപ്പ് ലോസും മറ്റേ ടാർജറ്റും സെറ്റ് ചെയ്യാൻ പറ്റണില്ലല്ലോ. ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ അതെ അതെ, ഓക്കെ. അത് എല്ലാ ബ്രോക്കറിലും അങ്ങനെ അങ്ങനെ തന്നെയാണോ? നമുക്ക് ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ഒക്കെ വെക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. നമ്മള് പുതിയ ഓർഡർ പ്ലേസ് ചെയ്താൽ നിങ്ങളിപ്പോ ഒരു ഗ്രാസിം എന്ന് പറഞ്ഞ സ്റ്റോക്ക് ബൈ ചെയ്തിട്ട് നിങ്ങൾ ബൈ ചെയ്തതിന് അത് പറ്റും. നമ്മള് നിഫ്റ്റിയുടെ ഒരു ലോട്ട് എടുക്കുമ്പോ അങ്ങനെ പറ്റുന്നില്ലല്ലോ. നിഫ്റ്റിയിലും പറ്റും. നിഫ്റ്റിയിൽ നിങ്ങൾ നിഫ്റ്റിയുടെ ഒരു ലോട്ട് ബൈ ചെയ്തിട്ട് സെൽ ചെയ്താൽ മതി. സെൽ ടാർഗറ്റ് കൊടുക്കാം. ഇവിടെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്, SL ഉണ്ട്, SLM ഉണ്ട്, എല്ലാം ഉണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല. എങ്ങനെയാണ്? കവർ ഓർഡർ ഉണ്ട്. ഇല്ല, എല്ലാ ഓപ്പോസിഷനും ഉണ്ടല്ലോ. എങ്ങനെയാണ് പ്രശ്നം? എങ്ങനെയാണോ കവർ ഓർഡർ നമ്മൾ ചെയ്യുമ്പോ കൊടുക്കുമ്പോഴേ അതിൽ വരുന്നില്ലല്ലോ, റിജക്ട് ആവുകയാണ് ഓർഡർ. കവർ ഓർഡർ മാത്രമാണോ അതോ നിങ്ങൾക്ക് നോർമൽ സിമ്പിൾ ഓർഡർ മാത്രമാണ് പറ്റണുള്ളൂ? ഓക്കെ ഓക്കെ ഓക്കെ. അത് എനിക്ക് തോന്നുന്നത് ഓപ്ഷൻസിൽ ബ്ലോക്ക് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും. ഞാൻ കവർ ഓർഡർ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കാം. അതെന്താ എറർ എന്താണ് കാണിക്കുന്നത്? അതായത് റിജക്റ്റഡ് എന്നാണ് കാണിക്കുന്നത്. മറ്റേ അത് ചില എന്താ പറയാ ഓപ്ഷൻസിൽ ചില സ്ട്രൈക്ക് പ്രൈസിലൊക്കെ അങ്ങനെ ബ്ലോക്ക് ചെയ്യാറുണ്ട്. ഈ അപ് സ്റ്റോക്സില് അങ്ങനെ പറ്റണില്ല. പിന്നെ സരോദയില് നമ്മള് മറ്റേ GTT ഇതുണ്ടായിരുന്നില്ലേ, അതിപ്പോ പറ്റുന്നില്ല തോന്നുന്നുണ്ടല്ലേ? അത് ഓപ്ഷൻസിൽ അങ്ങനെ പ്രശ്നം. അപ്പൊ അതിന് പകരം നമുക്ക് നോർമൽ ഓർഡർ കൊടുത്താൽ പോരെ, ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് എല്ലാം. നോർമൽ ഓർഡർ കൊടുക്കുമ്പോ ടാർഗറ്റ് വെക്കാൻ, ടാർഗറ്റ് മാത്രമല്ല നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റോപ്പ് ലോസും വെക്കാം. SLM കൊടുത്താൽ മതി. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. എങ്ങനെയാ അങ്ങനെ റെഗുലറില് ഇപ്പൊ ഇൻഡാഡേ ആണെന്നുണ്ടെങ്കിൽ ഇൻഡാഡേലി SLM എന്ന് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ട്രിഗർ പ്രൈസ് കൊടുത്താൽ മതി. അതാണ് പ്രശ്നം. നമ്മളിപ്പോ ഇൻട്രാഡേ അല്ലേ, ഇൻട്രാഡേ പറ്റണില്ല, അപ് സ്റ്റോക്സിൽ പറ്റണില്ല. ഇതിങ്ങനെ കൊടുക്കാലോ. ഡെലിവറി മാത്രമേ പറ്റുള്ളൂ. അല്ലല്ല, ഇൻഡാഡേ ഇൻഡാഡേ നിഫ്റ്റിയിൽ ഇൻഡാഡേ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെയാണ് കൊടുക്കാറ്. SLM സെലക്ട് ചെയ്തിട്ട് ട്രിഗർ പ്രൈസ് കൊടുത്താൽ മതി, സ്റ്റോപ്പ് ലോസ്. അതെ, അല്ല നമ്മള് നിഫ്റ്റിയില് ലോട്ട് എടുക്കുമ്പോ ഇൻട്രാഡേന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓർഡർ റിജക്ട് ആവാറുണ്ട് സാധാരണ. അങ്ങനെ ഇല്ല, അത് ക്യാപിറ്റൽ ഇല്ലാത്ത അങ്ങനെ എന്തെങ്കിലും വേറെ ഇഷ്യൂ ആവാനാണ് ചാൻസ്. ക്യാപിറ്റലിന്റെ ഇഷ്യൂ അല്ലേ? ഞാനിപ്പോ റിജക്ഷൻ വരുന്ന സമയത്ത് എന്താണ് മെസ്സേജ് വരുന്നത് ഓഫ് ദി ഓർഡർ ഓൾസോ ക്യാൻസൽ അങ്ങനെ എന്തൊക്കെയാണ് കാണിക്കുന്നത്. അത് ജസ്റ്റ് നമ്മുടെ ടെലിഗ്രാമിൽ ഒന്ന് സ്ക്രീൻഷോട്ട് അയക്കണം, അങ്ങനെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത്. അങ്ങനെ ഞാൻ എന്നും ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ സെറോദയിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. SLM കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് സരോദയിലല്ല, അപ് സ്റ്റോക്സിലാണ് അങ്ങനെ വരും. സരോദയിൽ നോക്കിയിട്ടില്ല. ഓക്കെ ഓക്കെ. അപ് സ്റ്റോക്സിൽ എന്തെങ്കിലും ബ്രോക്കറിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമായിരിക്കും, അറിയില്ല. അതല്ലേ, അങ്ങനെ പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. സ്പെസിഫിക് ആയിട്ടില്ല, നിങ്ങൾക്ക് മാത്രമായിട്ട് എന്തെങ്കിലും പ്രശ്നമായിരിക്കും. അത് നോർമലി അങ്ങനെ പറ്റേണ്ടതാണ്. അല്ല, ഞാനിപ്പോ 2 അക്കൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. 2 അക്കൗണ്ടിലും അങ്ങനെയാണ് കാണിക്കുന്നത്. അതാണ്. ഓക്കെ ഓക്കെ. എനിക്ക് സ്ക്രീൻഷോട്ട് അയക്കുകയാണെങ്കിൽ ഓക്കെ ഓക്കെ ഓക്കെ. ആരോ സ്ക്രീനിൽ. ഓക്കെ ബ്രോ, താങ്ക് യു. ഓക്കെ ഓക്കെ. പിന്നെ സാർ പറയൂ. നമ്മ 5 ഇയേഴ്സില് ഡെലിവറി ഓർഡർ എടുക്കുമ്പോഴേ ഏതോ ഇതിലാണ് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത്? ഓക്കെ ഓക്കെ. ഫയസിലാണെന്നുണ്ടെങ്കിൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ്. അതായത് വീക്ക്ലി എക്സ്പയറി എടുക്കുമ്പോ. ഓക്കെ, നമ്മുടെ ഓപ്ഷൻസിന്റെ കാര്യമാണ് പറയുന്നത്. ഓപ്ഷൻസിന്റെ കാര്യം. നമുക്ക് എടുക്കാം. ചിലപ്പോൾ ബൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് റെഗുലർ CNC-യിലാണ്. CNC-യിലാണല്ലേ?
ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും അതുപോലത്തെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ടെലിഗ്രാമിൽ ഒന്ന് ഷെയർ ചെയ്താൽ മതി. അല്ല ഇപ്പൊ ഈ അതിനകത്ത് ഡെലിവറി margin എടുക്കുന്ന പറഞ്ഞാൽ സമയത്ത് നമുക്ക് ബ്രാക്കറ്റിലും CN ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലേ? നമുക്ക് കവർ ഓർഡർ ഒന്നും റെഗുലർ തന്നെ എടുക്കണമല്ലേ നമ്മ? റെഗുലറായി നിങ്ങൾ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താ പറയാ, നിങ്ങൾ ടെലിഗ്രാമിൽ ഷെയർ ചെയ്താൽ മതി. കാരണം നമ്മൾ ഇനി ഏകദേശം ടൈം കുറെ ആയിട്ടുണ്ട്, നമ്മുടെ ബാക്കി സംഭവങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത മാർജിൻ, ഓപ്ഷൻ ബൈ ചെയ്യുന്നതും സെൽ ചെയ്യുന്നതും അതിൽ വരുന്ന മാർജിൻസും ആ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ടോപ്പിക് വിട്ട് പോകും. ഓക്കെ. ഒരു കാര്യമാണ് ചോദിച്ചത്, സ്റ്റോക്സിലെ ചെയ്യുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷൻസിന്റെ എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ ചോദിക്കാം, കാരണം നമുക്കത് ബാക്കി ഒരുപാട് പേരുണ്ടല്ലോ, അപ്പൊ എല്ലാവരും കാര്യം തന്നെ. ബേസിക്കലി ഇപ്പോ ഒരു 15,500 രണ്ട് സെറ്റില് ചെയ്ത് ഒരു 16 ബൈയും ഒരു 15,500 ബൈയും ചെയ്തു. പക്ഷെ എങ്ങനെയാണ് ഒന്നുകൂടെ പറയോ? ആ ടൈമില് 15,800 ആയിരുന്നു നിഫ്റ്റി. നിഫ്റ്റി 15,800 നിൽക്കുന്ന സമയത്ത് അത് രണ്ട് സെറ്റിൽ ചെയ്തു 15,800 ഒരു ബട്ടർഫ്ലൈ സ്ട്രാറ്റജി പോലെ ചെയ്യാൻ നോക്കിയതാ. അതായത് ഏത് സ്ട്രൈക്കാണ് സെല് ചെയ്തത്? 15,800 നിഫ്റ്റി നിൽക്കുന്നത് ആ സമയത്ത് രണ്ടെണ്ണം അത് സെല് ചെയ്യാൻ നോക്കി. 15,800. ഓക്കെ. പുട്ടും കോളും സെല് ചെയ്തു? ഇല്ല, രണ്ട് കോൾ സെല് ചെയ്യാൻ നോക്കി. ഒരു 16,100 പിന്നെ കുറച്ച് താഴെ 15,500 ബൈ ചെയ്യാൻ നോക്കി. പക്ഷെ ഇത് അപ്സ്റ്റോക്കിൽ സ്ട്രാറ്റജി മോഡാണല്ലോ. പക്ഷെ അതിൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആഡ് ചെയ്തൊക്കെ ആദ്യം ബൈ തന്നെ ചെയ്ത്, പക്ഷെ എക്സിക്യൂട്ട് ചെയ്തപ്പോ ഈ സെല്ലിന്റെ രണ്ട് ട്രേഡുകൾ ക്യാപിറ്റൽ ഇല്ലാന്ന് കൊണ്ട് റിജക്റ്റ് ആയി. ഇത് ഒരു കോൾ ഓപ്ഷൻ മാത്രം എക്സിക്യൂട്ട് ആയി. ബൈ ചെയ്തിട്ട് പിന്നെ സെല് ചെയ്തപ്പോ അത് വർക്ക് ആയില്ല എന്നുള്ളതാണ്, റിജക്റ്റ് ആയി. ഇത് എല്ലാം ഒരുമിച്ച് ഇതിൽ ഏതെങ്കിലും ഒരുമിച്ച് എക്സിക്യൂട്ട് ആവുക അല്ലെങ്കിൽ ചെയ്യാതെ അങ്ങനെ പറ്റില്ല അല്ലേ? അപ്പൊ അതിൽ ഒരെണ്ണം ക്യാൻസൽ ആയാലും മറ്റേതൊക്കെ എക്സിക്യൂട്ട് ആവുമോ? അതായത് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ബൈ പൊസിഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം സെല്ല് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചില സമയത്ത് നമ്മൾ ഈ ബാസ്കറ്റ് ഓർഡറിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബാസ്കറ്റ് ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പം പ്രശ്നം വരും, റിജക്റ്റ് ആവാറുണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ബൈ പൊസിഷൻ എക്സിക്യൂട്ട് ആയി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം, അല്ലെങ്കിൽ അങ്ങനെ ഉറപ്പായതിനു ശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ സെൽ പൊസിഷൻ ആഡ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് റിജക്ഷൻ കിട്ടില്ല. ചില സമയത്ത് ഈ ബാസ്കറ്റ് ഓർഡർ രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് റിജക്ഷൻ കിട്ടാറുണ്ട്. ആദ്യം ബൈ ഫുള്ള് കംപ്ലീറ്റ് ആയതിനു ശേഷം സെല്ല് ആഡ് ചെയ്യാം. സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇതില് നമ്മളെ ഓപ്ഷനില് എനിക്കറിയില്ല എങ്ങനെയാന്നുള്ളത്. ഇതിപ്പോ ലിവറേജ് ഇല്ലല്ലോ ഇതില്? ലിവറേജ് ഇല്ലല്ലോ എന്നാണ്. ലിവറേജ് ഇല്ലല്ലോ. അപ്പൊ നമുക്ക് നോർമല് ഡെലിവറി എടുത്താൽ പറയും. ഇൻട്രാഡേ ആവുമ്പോ പിന്നെ സ്ക്വയർ ഓഫ് ആയി പോണ റിസ്ക് ഒഴിവാക്കാൻ. സ്ക്വയർ ഓഫ് ആവുന്നത് റിസ്ക് ആണോ ശരിക്കും? അല്ല, ഞാൻ പറയണ അപ്പൊ അന്ന് ഇപ്പൊ നമ്മള് പിറ്റത്തെ ദിവസത്തിന് ഹോൾഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. അപ്പൊ ഇൻ കേസ് ഇൻട്രാഡേ കൊടുത്ത സാധനം നമുക്ക് പിന്നീട് അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ചേഞ്ച് ആക്കാൻ പറ്റുമോ? അങ്ങനെ ചേഞ്ച് ചെയ്യാൻ ഒന്നും പ്രശ്നമില്ല. സാറേ ഹലോ, സെല്ല് ചെയ്യുമ്പോഴേ വേണ്ടി വരുന്ന ക്യാപിറ്റല് ഓരോ ബ്രോക്കർ അനുസരിച്ചിട്ട് മാർജിൻ വ്യത്യാസം അത് സെയിം ആണല്ലേ? ഓക്കെ. അപ്പം ക്യാപിറ്റൽ ആ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഓപ്ഷൻ ബൈയിങ്ങും അതുപോലെ തന്നെ സെല്ലിങ്ങും അതിന്റെ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിഫറൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ബൈ മാത്രം ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, സെല്ലിങ് മാത്രം ചെയ്യുന്ന ആളുകൾ ഉണ്ടോ അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും, ചിലപ്പോൾ രണ്ടും ചെയ്യുന്നവരുണ്ടാവും. ഫസ്റ്റ് ഇത് ഈ ഡ്രോയിങ്സ് ഒന്ന് ഡിലീറ്റ് ചെയ്യും. ആരാണ് ചെയ്തതെന്നറിയില്ല. ഇത് റിമൂവ് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. നിങ്ങൾ ആരുടെയോ കൈ തട്ടിയിട്ടാ തോന്നുന്നുണ്ടത് ഡ്രോയിങ്സിൽ വന്നിട്ടുണ്ട്.
ഓക്കെ, അപ്പം നമ്മള് ഇനി നെക്സ്റ്റ് ഓക്കെ, അപ്പൊ ഈ നെക്സ്റ്റ് നമ്മള് സ്ക്രീൻ വിസിബിൾ അല്ലേ, നമ്മൾ ചാർട്ട് കാണുന്നില്ലേ? ഓക്കെ ആണല്ലോ? ഓക്കെ അപ്പം ഇനി നമ്മൾ ഓപ്ഷൻ ബൈയിങ്ങും സെല്ലിംഗ്. അപ്പം ഓപ്ഷൻ സെല്ലിംഗിലേക്ക് വരാനുള്ള കാരണം അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലിംഗ് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ടൈം ഡീക്കെ അല്ലെങ്കിൽ ടൈം ബെനിഫിറ്റ് അല്ലെങ്കിൽ ടൈം തീറ്റ എന്നൊക്കെ പറയുന്ന സംഭവമാണ്. അപ്പൊ അതെന്താന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം. അതായത് തീറ്റ എന്ന് പറയും, ചില ആളുകൾ തീറ്റ എന്ന് പറയും, അല്ലെങ്കിൽ ടൈം ഡീക്കെ, ടൈം ബെനിഫിറ്റ് എന്നോ എന്താ പറയാ, അത്തരത്തിലുള്ള പല വേർഡ്സും പറയാറുണ്ട്. സംഭവം ഉദ്ദേശിക്കുന്നത് ഈ ടൈം കഴിയുന്നതിനനുസരിച്ച് ഡിക്രീസ് ആവുന്ന വാല്യൂ, അതായത് നമ്മുടെ പ്രീമിയത്തിൽ നിന്ന് പ്രീമിയത്തിലുള്ള പ്രീമിയം വാല്യൂ ടൈം കഴിയുന്നതിനനുസരിച്ച് ഡിക്രീസ് ആവുന്ന ആ ഒരു എന്താ പറയുക, അതിന്റെ ആ ഒരു പെർസെന്റേജ് അല്ലെങ്കിൽ ആ ഒരു വാല്യൂവിനെയാണ് ടൈം ഡീക്കെ അല്ലെങ്കിൽ തീറ്റ എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു എക്സാമ്പിൾ വേണ്ടിയിട്ട് നിഫ്റ്റി, ഓക്കെ, നിഫ്റ്റിയുടെ 16,500, ഓക്കെ, നിഫ്റ്റിയുടെ 16,500 കോൾ, ഇതിന് 30 rupees ആണ് പ്രീമിയം എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിന് 30 rupees ആണ് പ്രീമിയം എന്നുള്ളത് കൊണ്ട് ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് 16,500ന്റെ കോൾ ഓപ്ഷന് 30 rupees ആണ്. അതിനർത്ഥം എന്താണ്? ഈ ഒരു സ്ട്രൈക്ക് പ്രൈസ് 30 rupees കൊടുത്തിട്ടും ബൈ ചെയ്യാൻ ആളുകളുണ്ട് എന്നുള്ളതാണ്. അപ്പം ഒരു പ്രൈസ് വരുന്നത് അല്ലെങ്കിൽ ഏത് ഒരു ഇപ്പോൾ സ്റ്റോക്കിനാണെങ്കിലും അല്ലെങ്കിൽ ഓപ്ഷൻസിനാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും പ്രൈസ് വരുന്നത് എപ്പോഴാണ്? ഒരു LTP എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവുന്നത് ലാസ്റ്റ് ഇപ്പം റിലയൻസിന് 2,000 rupees വരുന്നത് എപ്പോഴാണ്? റിലയൻസ് എന്നുള്ള ഷെയർ അല്ലെങ്കിൽ റിലയൻസ് എന്നുള്ള കമ്പനിയുടെ ഷെയറിനെ 2,000 rupees കൊടുത്ത് മേടിച്ചിട്ട് അത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഹോൾഡ് ചെയ്യാൻ ആളുണ്ടാവുമ്പോഴാണ് അതിന് 2,000 rupees വരുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഓപ്ഷൻസിൽ 30 രൂപ ഒരു സ്ട്രൈക്ക് പ്രൈസിന് 30 രൂപ പ്രീമിയം വരുന്നത്. ആ ഒരു സ്ട്രൈക്ക് പ്രൈസ് 30 രൂപക്ക് മേടിച്ചിട്ട് പോർട്ട്ഫോളിയോയിൽ ഹോൾഡ് ചെയ്യാൻ ആളുകൾ ഉണ്ടാവുമ്പോഴാണ്. അപ്പൊ അതിനർത്ഥം ഈ 30 രൂപ എന്ന് പറയുന്നത് ആക്ച്വലി ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു സ്ട്രൈക്ക് പ്രൈസിനുള്ള ഡിമാൻഡിന്റെ പ്രൈസ് ആണ് 30 രൂപ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ടൈം ഡീക്കെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടൈം തീറ്റ മീൻസ് തീറ്റ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടൈം ഡീക്കെ എന്ന് പറയുന്നതെല്ലാം ഡിമാൻഡിനെയാണ് ശരിക്കും. ഓക്കെ, അത് ആക്ച്വലി ഇതിന്റെ ഡെഫിനിഷൻ ഒക്കെ നോക്കി പോകുന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ആണ്. പക്ഷെ നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി, ഈ ടൈം ഡീക്കെ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ തീറ്റ എന്ന് പറയുന്നതൊക്കെ ഡിമാൻഡിനെയാണ് പറയുന്നത്. ഇപ്പൊ 16,000 ഇപ്പം നിഫ്റ്റി 16,200ലാണ് നിൽക്കുന്നത് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ 16,500 കോളിന് 30 rupees ഉണ്ടെങ്കിൽ, ഓക്കെ, ശരിക്കും പറഞ്ഞാൽ 16,200ൽ നിന്ന് 16,500ലേക്ക് നിഫ്റ്റി എത്തിയിട്ടില്ല. ഇപ്പോഴും 300 points മൂവ് ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ഇതിന് 0 വാല്യൂ ആണ് വരേണ്ടത്. ആക്ച്വലി ഇതിന് വാല്യൂ വന്നിട്ടില്ലല്ലോ. 16,200ലാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. പക്ഷെ അതിന് പകരം നിഫ്റ്റി ഇപ്പൊ 16,530ൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഓക്കെ, ഇതിന് 30 rupees ആയിട്ടുണ്ട്. അതായത് 16,500 കോൾ ഓപ്ഷന് 30 rupees ആയിട്ടുണ്ട് എന്ന് 15,550ൽ എത്തിയതിനു ശേഷം നമുക്ക് പറയാം. ഓക്കെ, 530ൽ എത്തിക്കഴിഞ്ഞാൽ 30 rupees വാല്യൂ ഉണ്ടെന്ന് പറയാം. പക്ഷെ 200ൽ നിൽക്കുന്ന സമയത്ത് 30 rupees വാല്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇത് ഡിമാൻഡിന്റെ പുറത്ത് അല്ലെങ്കിൽ ആളുകൾക്ക് ഈ ഒരു സ്ട്രൈക്ക് പ്രൈസിലേക്ക് എത്താൻ അല്ലെങ്കിൽ നിഫ്റ്റി ആ ഒരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു ഹോപ്പ് കാരണം ആളുകൾ പർച്ചേസ് ചെയ്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് 30 rupees വരുന്നത്. അല്ലെങ്കിൽ ആർക്കും ഹോപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ 0 ആവും അതിന്റെ പ്രൈസ്. കാരണം ഇതിന് ഓൾറെഡി മീൻസ് നിഫ്റ്റി ഓൾറെഡി ഇവിടെ എത്തിയിട്ടില്ല. നിഫ്റ്റി ഓൾറെഡി 200ലാണ് നിൽക്കുന്നത്. അപ്പോൾ ആക്ച്വലി 0 ആണ് വരേണ്ടത്. അപ്പം അങ്ങനെ വരുന്ന ഡിമാൻഡിന് കാരണം വരുന്ന പ്രൈസ് ആണ് ആക്ച്വലി ടൈം ഡീക്കെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടൈം തീറ്റ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നിഫ്റ്റി 16,200ലാണ്. 16,500ന്റെ കോൾ ഓപ്ഷന് 30 rupees ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ 16,500ന്റെ എന്താ പറയാ 500ലുള്ള തീറ്റ അല്ലെങ്കിൽ ടൈം വാല്യൂ എന്ന് പറയുന്നത് 30 rupees ആണ്.
അതായത് ഡിമാൻഡിനെയാണ് ആക്ച്വലി ഈ ടൈം ഡീക്കേ അല്ലെങ്കിൽ തീറ്റ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഡിമാൻഡ് എത്രത്തോളം, ഡിമാൻഡ് നല്ല ഡിമാൻഡ് ഉണ്ട്, അതായത് നിഫ്റ്റി 16,500 എത്താൻ നല്ല ചാൻസ് ഉണ്ട്, നല്ല പ്രോബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ 30 ഒരു 50 ആവാം അല്ലെങ്കിൽ 60 ആവാം. ഇനി അതല്ല നിഫ്റ്റി 16,500 എത്താൻ തീരെ ചാൻസ് ഇല്ല, അതായത് വളരെ ലോവർ പ്രോബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ 10 rupees ആയിരിക്കും അല്ലെങ്കിൽ 5 rupees ആയിരിക്കും. അപ്പം ഇങ്ങനെയാണ്, അതായത് ഈ ഒരു ഡിമാൻഡാണ് ശരിക്കും ഈ ഒരു പ്രൈസ് അല്ലെങ്കിൽ ടൈം ഡീക്ക് അല്ലെങ്കിൽ ടൈം ഡീറ്റ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിൽ പിന്നെ എന്തിനാണ് ഈ ടൈം എന്നുള്ള ഒരു സംഭവം വന്നുള്ളത്? ഇങ്ങനെ ഡിമാൻഡ് മാത്രമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിമാൻഡ് പറഞ്ഞ പോലെ പിന്നെ എന്തിനാ ടൈം ഡീക്ക് അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ അതിന്റെ വേർഡ് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഒരു എക്സാമ്പിൾ എടുക്കാം. 2 ടൈം പീരീഡ്, ഒന്ന് 1 month ടൈം പീരീഡ്, ഒന്ന് 1 year ടൈം പീരീഡ്. ഓക്കെ, ഒന്ന് 1 month ആണ്, ഒന്ന് 1 year ആണ്. ഇപ്പം നിഫ്റ്റി ഏകദേശം 15K, അതായത് 15,000 നിഫ്റ്റി ഇപ്പൊ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, നിഫ്റ്റി 16,000 എത്തും എന്നുള്ള പ്രഡിക്ഷൻ ആണ് നിങ്ങൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് നിങ്ങളുടെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് നിഫ്റ്റി 16,000 എത്താനുള്ള സാധ്യത, അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ ഒരു പ്രോബിലിറ്റി. ആ ഒരു പ്രോബിലിറ്റി ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ 1 monthനുള്ളിൽ എത്താനാണോ ചാൻസ് കൂടുതൽ, അതോ 1 yearനുള്ളിൽ എത്താനാണോ ചാൻസ് കൂടുതൽ? അതായത് ഇതിൽ ഏതാണ് കൂടുതൽ സേഫ്? സംശയമൊന്നുമില്ല, നിഫ്റ്റി 15,000 നിന്ന് 16,000 എത്താൻ 1 year ടൈം ഫ്രെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയൊരു പ്രോബിലിറ്റി ഉണ്ട്, അതായത് കൂടുതൽ പ്രോബിലിറ്റി ഉണ്ട്. പക്ഷെ 1 monthന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ വെറും 1 month ഉള്ളൂ, 1 yearലാണെന്നുണ്ടെങ്കിൽ 12 months, അതായത് അത്രയും ടൈമിനുള്ളിൽ എത്തിയാൽ മതി. അപ്പൊ അതിന് ചാൻസ് കൂടുതലാണ്. അപ്പൊ ഒരുപാട് ടൈം ഉണ്ടായത് കൊണ്ട് തന്നെ ഇതിന് ഡിമാൻഡ് കൂടും, അതായത് എത്താനുള്ള പ്രോബിലിറ്റി കൂടും. ചെറിയ ടൈം ആകുമ്പോൾ പ്രോബിലിറ്റി കുറയും. അപ്പൊ ഇങ്ങനെ കൂടുതൽ പ്രോബിലിറ്റി ഉണ്ടാകുമ്പോൾ കൂടുതൽ ടൈം ഫ്രെയിം ആയിരിക്കും, കുറവ് ടൈം ഫ്രെയിം ആകുമ്പോൾ കുറവ് പ്രോബിലിറ്റി ആയിരിക്കും. അപ്പൊ ഇനി ഇത് മൂവ് ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ അങ്ങനെ ഒരു ടേക്ക് എടുത്തു. 15,000 നിന്ന് 16,000 എത്താനുള്ള ചാൻസ് ആണ്. അപ്പൊ നമ്മളിപ്പം 10 days കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു 5 months കഴിഞ്ഞു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 6 months കഴിഞ്ഞു എന്ന് വിചാരിക്കാം. 6 months കഴിഞ്ഞാൽ എന്താവും? ഇനി ബാലൻസ് 1 yearൽ 6 months കൂടെ ടൈം ഉള്ളൂ. 1 monthന്റെ ഏകദേശം തീർന്നു, അത് ക്യാൻസൽ ആയി പോയി, 1 month കൊണ്ട് തീർന്നു. 6 months ടൈം ഫ്രെയിം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 1 year ടൈം ഫ്രെയിമിന്റെ ബാലൻസ് 6 months കൂടെ ഇനി ടൈം ഫ്രെയിം ഉള്ളൂ. അതായത് നമ്മൾ നേരത്തെ ഈ 1 year ടൈം ഫ്രെയിം ഉണ്ടായപ്പോൾ ഏകദേശം നല്ല ഒരു എന്താ പറയുക 1,000 rupeesന്റെ ഡിമാൻഡ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ 6 months കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 1,000 rupeesന്റെ ഡിമാൻഡിന് ഏകദേശം ഒരു 500 rupees ഡിമാൻഡ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതായത് ആദ്യം 1 year ടൈം ഫ്രെയിം ഉണ്ടായ സമയത്ത് 50K നിന്ന് 16Kയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പ്രോബിലിറ്റി കൂടുതലായിരുന്നു. ആ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു സ്ട്രൈക്ക് പ്രൈസ് എടുത്തപ്പോൾ അതിന് 1,000 rupees ആയിരുന്നു വാല്യൂ എന്നുണ്ടെങ്കിൽ, അത് ടൈം കഴിഞ്ഞ് ഏകദേശം 6 months കഴിഞ്ഞ സമയത്ത് വെറും 6 months കൂടെ ഇനി ബാലൻസ് ഉള്ളൂ. അപ്പം ടൈം ഫ്രെയിം തീർന്ന സമയത്ത് ഇതിന്റെ ഡിമാൻഡും കുറഞ്ഞു. അങ്ങനെ ഡിമാൻഡ് കുറയുന്ന സമയത്ത് ഇതിന്റെ പ്രൈസും അതുപോലെ തന്നെ കുറയും. 1,000 ഉള്ളത് 500 rupees ആയിട്ട് കുറയും. അപ്പൊ അങ്ങനെ ടൈം തീരും തോറും ഡിമാൻഡ് കുറയും, അതിന്റെ ഭാഗമായിട്ട് പ്രീമിയം കുറയും. അതായത് നമ്മുടെ സ്ട്രൈക്കിന്റെ പ്രീമിയം കുറയും, ആ ഒരു സ്ട്രൈക്ക് പ്രൈസിന്റെ പ്രൈസ് കുറയും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ടൈം ഡീക്കേ അല്ലെങ്കിൽ ടൈം കഴിയും തോറും ഈ ഓപ്ഷൻസിന്റെ പ്രൈസ് കുറയുന്നു പറയാൻ കാരണം അതാണ്. അതായത് ടൈം കഴിയും തോറും ഡിമാൻഡും കുറയും. അപ്പൊ ഡിമാൻഡ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൈസും കുറയും. പക്ഷെ ടൈം ഒരുപാടുണ്ടെങ്കിൽ എന്തായിരിക്കും? ടൈം ഒരുപാടുണ്ടെങ്കിൽ ആ ഒരു പ്രൈസിലേക്ക് എത്താനുള്ള ചാൻസ് കൂടുതലായി, പ്രോബിലിറ്റിയും കൂടുതലായി. അങ്ങനെ പ്രോബിലിറ്റി കൂടുതലാവുമ്പോൾ പ്രൈസും കൂടുതലാവും, ഡിമാൻഡ് കൂടും. അതാണ് ടൈം ഡീക്കേ എന്ന് പറയുന്നത്. ടൈം ഒരുപാടുണ്ട്, അതിനനുസരിച്ച് ടൈം ഡീക്കേ മീൻസ് പ്രൈസ് കൂടുതലായിരിക്കും. ടൈം കുറയുന്നതിനനുസരിച്ച് ആ പ്രൈസ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞുകൊണ്ടിരിക്കും. അത് ഓട്ടോമാറ്റിക്കലി വെറുതെ കുറയുന്നതല്ല, ഡിമാൻഡ് കുറയുമ്പോഴാണ് കുറയുന്നത്. അല്ലാതെ വെറുതെ ടൈം ഇങ്ങനെ തീരുമ്പോൾ ഒരു ഫിക്സഡ് പ്രൈസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കല്ല. ടൈം തീരുന്നതനുസരിച്ച് ആളുകളുടെ അതിനുള്ള ഹോപ്പ് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ആളുകൾ ഓപ്ഷൻസ് എക്സിറ്റ് ചെയ്യും, ആ ഒരു പൊസിഷൻ എക്സിറ്റ് ചെയ്യും. ഏത് സ്ട്രൈക്ക് പ്രൈസ് ആണുള്ളത് ആ സ്ട്രൈക്ക് പ്രൈസ് എക്സിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ എക്സിറ്റ് ചെയ്യുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയും. അങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത്. അല്ലാതെ ടൈം ഡീക്ക് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് പ്രൈസ് അതങ്ങനെ ഓരോ ദിവസം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമല്ല. ടൈം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് അതിന് ഡിമാൻഡ് കൂടും,
ടൈം എത്രത്തോളം കുറയുന്നു അതിനനുസരിച്ച് ആ ഒരു പ്രൈസിൽ ഡൗൺ സൈഡിലേക്ക് വരും. ഡിമാൻഡ് കൂടുമ്പോൾ ആളുകൾ ബൈ ചെയ്യാൻ തുടങ്ങും, ബൈ ചെയ്യുമ്പോൾ പ്രൈസ് കൂടും. ഡിമാൻഡ് കുറയുമ്പോൾ ആളുകൾ സെല് ചെയ്യാൻ തുടങ്ങും, സെല് ചെയ്യുമ്പോൾ പ്രൈസ് കുറയും. ഇതേ സംഭവം തന്നെയാണ് ഈ ടൈം തീറ്റ അല്ലെങ്കിൽ ടൈം ഡീക്ക എന്നൊക്കെ പറയുന്നത്. ഇത് ഈ തീറ്റ ടൈം ഡീക്ക ആ ഒരു സംഭവം ക്ലിയർ ആയോ? നമ്മുടെ ടൈം തീരാറായിട്ടുണ്ട്, ഏകദേശം 10 മിനിറ്റ്സും കൂടി ഉള്ളൂ തോന്നുന്നു. ഹലോ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് അപ്പൊ ഈ 1 ഇയറിന് തുടക്കത്തിൽ 15K അല്ലോ നിഫ്റ്റി നമ്മൾ അസ്യൂം ചെയ്തത്. അതെ. അപ്പൊ ഒരു 6 months കഴിയുമ്പോ ഒരു 15,350 ഓ 15,450 ആവുകയാണെങ്കിൽ നമ്മളെ ഈ ഇടുത്ത പ്രീമിയം കൂടുതലേ ചെയ്യുള്ളൂ, കാരണം 16Kയിലേക്ക് പോവുകയല്ലോ. അതാ അവിടെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതിപ്പോ 15Kയിലാണ് ഉണ്ടായിരുന്നത്, 16Kയിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. അപ്പൊ ടൈം ഫ്രെയിം 1 ഇയർ ടൈം ഫ്രെയിം ഉണ്ടായിരുന്നത് 6 months ആയി എന്ന് വിചാരിക്കുക. 6 month ടൈം ഫ്രെയിം കഴിഞ്ഞു. അപ്പൊ ഈ 15K ഇതിപ്പോ 1 month 15Kയിൽ മാത്രം നിൽക്കുക, ചിലപ്പോൾ 50Kയുടെ താഴോട്ട് പോവാം അല്ലെങ്കിൽ മുകളിലോട്ട് പോവാം, അങ്ങനെ ചേഞ്ചസ് വരാം പ്രൈസിന്. അപ്പൊ ഇതിപ്പോ 15K നിന്ന് ഒരു 15K500 എത്തി എന്ന് വിചാരിക്കാം. അതായത് 6 monthsനുള്ളിൽ 15K-15,500 എത്തി എന്ന് വിചാരിക്കാം. അപ്പൊ ആക്ച്വലി എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ഏകദേശം 1000 തന്നെ ആവാനാണ് ചാൻസ്. കാരണം ഇവിടെ ടൈം ഫ്രെയിമും പകുതി തീർന്നു, പകുതി ടൈമും കഴിഞ്ഞു, അതുപോലെ തന്നെ പ്രൈസിലും അതുപോലെ തന്നെ പകുതി പ്രൈസ് അപ്സൈഡിലേക്ക് മൂവ് ചെയ്തു. ഇപ്പൊ ഡിമാൻഡിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല ആക്ച്വലി, കാരണം പ്രൈസും പകുതി മൂവ് ചെയ്തിട്ടുണ്ട്, ടൈമും അതുപോലെ തന്നെ പകുതി കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 1000 rupees ആണ് പ്രീമിയം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു 500 rupees ആയിട്ട്, 1000 rupees തന്നെ ആയിരിക്കും ആ ഒരു സമയത്ത്. അത് പ്രൈസ് കൂടിയിട്ടുണ്ടാവാൻ ചാൻസ് കുറവാണ്. ചിലപ്പോൾ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും, ഞാൻ ഓവറോൾ ഒരു പ്രൈസ് ആണ് പറയുന്നത്, പക്ഷെ ശരിക്കും പറഞ്ഞാൽ 1000 rupees ആയിരിക്കും, പ്രൈസ് ചേഞ്ച് ആയിട്ടുണ്ടാവില്ല. കാരണം ഇവിടെ 500 rupees പകുതി 50% പ്രൈസ് മൂവ് ചെയ്ത സമയത്ത് ഇവിടെ 50% ടൈമും തീർന്നിട്ടുണ്ട്. പക്ഷെ ഇതിന് പകരം ഈ 1 ഇയറിന് 6 months 6 months പോവാതെ, അതായത് പകുതി ടൈം പോവാതെയാണ് 500 എത്തിയെന്നുണ്ടെങ്കിൽ പ്രൈസ് കൂടും. 1000 ചിലപ്പോൾ 2000 എത്തിയിട്ടുണ്ടാവും, 1500 എത്തിയിട്ടുണ്ടാവും. അതല്ല ടൈം തീരുന്നതിനനുസരിച്ചാണ് പ്രൈസും കൂടുന്നതെന്നുണ്ടെങ്കിൽ വലിയ ചേഞ്ചസ് ഒന്നും പ്രീമിയത്തിൽ ഉണ്ടാവില്ല. ടൈം കുറയാതെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യണം പ്രൈസ്, അപ്പോഴേ നമുക്ക് പ്രീമിയം കിട്ടുള്ളൂ. ഓക്കെ, ഇത് ഓക്കെ ആണോ? അതെ, ക്ലിയർ ആയി. ഓക്കെ, ക്ലിയർ ആണ്. ഇതിന് വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് ടൈം ഏകദേശം തീരാനായിട്ടുണ്ട്, 1 hour ആയി. ഒരു ഡൗട്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്ട്രൈക്ക് പ്രൈസ് ഇപ്പൊ സെലക്ട് ചെയ്യുമ്പം ഈ തീറ്റയൊക്കെ നോക്കി ചെയ്യണോ, അതോ മറ്റേ OA ബിൽഡപ്പിന്റെ വാല്യൂ ഐഡിയലി നോക്കി സേഫ് സോൺ ആയിട്ട് എടുക്കണം? അത് OA ബിൽഡപ്പ് ഒക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്യാം. അത് ആക്ച്വലി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. എനിവേ ഇത് കുറച്ചുകൂടെ എന്താ പറയാ ബേസിക്സ് ലെവലിലുള്ള സംഭവങ്ങളാണ്, നമ്മൾ അനാലിസിനെ കുറിച്ചിട്ടല്ല ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ OI വെച്ചിട്ട് ചെക്ക് ചെയ്താൽ മതി, ചെക്ക് ചെയ്തിട്ട് പറയാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടെക്നിക്കലി നിഫ്റ്റിയുടെ ചാർട്ടൊക്കെ അനലൈസ് ചെയ്തിട്ട് ഏകദേശം ഒരു എത്താൻ ചാൻസ് ഇല്ലാത്ത ഒരു ലെവല് സെലക്ട് ചെയ്തിട്ട് അവിടെ സെല് ചെയ്താൽ മതി. അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഓപ്ഷൻ സെല്ലിംഗിൽ ഈ തീറ്റന്റെ ഇഷ്യൂ വരുന്നില്ലേ, DK ഇഷ്യൂ വരുന്നില്ല? അതിലേക്കാണ് നെക്സ്റ്റ് നമ്മൾ അതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ടൈം ഡിക്കയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ടൈം ഡിക്ക് ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, നമ്മുടെ പ്രീമിയത്തിന്റെ പ്രൈസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. 1000 രൂപയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ടൈം കഴിയും തോറും ഈ 1000 രൂപ കുറഞ്ഞു പോകാനുള്ള ചാൻസ് ആണുള്ളത്. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഡിമാൻഡ് കുറയും, ടൈം കഴിയുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറയും, അപ്പോൾ ടൈം ഡിക്ക് വരും. അപ്പൊ ഈ ടൈം ഡിക്ക് വരുമ്പോൾ ആർക്കാണ് ബെനിഫിറ്റ്, ആർക്കാണ് എന്താ പറയാ ലോസ് വരിക, ഇതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ 1000 rupees നിങ്ങൾ ബൈ ആണ് ചെയ്തത്, 1000 rupees നിങ്ങൾ ബൈ ആണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ടൈം കഴിയും തോറും ഇതിന്റെ പ്രൈസ് വെറുതെ കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഡിമാൻഡ് ടൈം കഴിയുന്നതിനനുസരിച്ച് കുറയും. അപ്പൊ പ്രൈസ് 1000 ഉള്ളത് 900 ആവും, 800 ആവും, അങ്ങനെ താഴോട്ട് പോകും. അങ്ങനെ താഴോട്ട് പോകുമ്പോൾ ബൈ ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ 900 എത്തിയിട്ടുണ്ടെങ്കിൽ 100 rupees ലോസ് ആയി, 800 എത്തിയിട്ടുണ്ടെങ്കിൽ 200 rupees ലോസ് ആയി, അങ്ങനെ ഡൗൺ സൈഡിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ബൈ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പൊ ഈ ബൈ ചെയ്യുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആരാളുള്ളത്, സെല്ലർ ഉണ്ട്. ഈ സെല്ലർക്ക് ശരിക്കും എന്താ സംഭവിക്കുന്നത്, ടൈം കഴിയും തോറും കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റ് സെല്ലർക്ക്, മീൻസ് ടൈം കഴിയും തോറും ഉണ്ടാവുന്ന ഡിമാൻഡിന്റെ ഇടിവ് സെല്ലർക്ക് ബെനിഫിറ്റ് ആയിട്ട് വരിക. അപ്പൊ ടൈം കഴിയുന്നത് ബയ്യർക്ക് ഒരു നെഗറ്റീവ്
സംഭവമാണെന്നുണ്ടെങ്കിൽ അത് സെല്ലർക്ക് പോസിറ്റീവ് ആണ്. അപ്പൊ നിങ്ങളിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ 15,500 നിന്ന് 16,000 നിഫ്റ്റി പോകുമെന്നുള്ള പ്രഡിക്ഷൻ നമ്മൾ എടുക്കുകയാണ്. 1 ഇയർ ടൈം ഫ്രെയിം ആണ് നമുക്കുള്ളത്. അപ്പൊ പ്രീമിയം, അതായത് ഇത് ബൈ ചെയ്യാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 1,000 rupees ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് ബൈ ചെയ്ത ഒരാളുണ്ട്, സെൽ ചെയ്ത ഒരാളുണ്ട്. ഓക്കെ, അപ്പൊ ബൈ ചെയ്ത ഒരാൾക്ക് എന്താണ്, പ്രൈസ് അപ്സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ടൈമും തീരരുത്. അതായത് അത്രയും ഹയർ പ്രോബിലിറ്റി വേണം. അതായത് ടൈം തീരുന്ന ഫാസ്റ്റ് ആയിട്ട് പ്രൈസ് അപ്സൈഡിലേക്ക് മൂവ് ചെയ്താലേ ബയ്യർക്ക് പ്രോഫിറ്റ് വരും. അതായത് പ്രൈസ് അപ്സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ടൈമും തീരുന്നുണ്ടെങ്കിൽ ബയ്യർ പ്രോഫിറ്റ് വരില്ല. ഓക്കെ, അതായത് പ്രൈസ് ഫാസ്റ്റ് ആയിട്ട് അപ്സൈഡിലേക്ക് മൂവ് ചെയ്യണം, അപ്പൊ മാത്രമേ ബയ്യർക്ക് പ്രോഫിറ്റ് വരുള്ളൂ. പക്ഷെ സെല്ലർക്ക് എന്താണ്, സെല്ലർക്ക് ഈ 15,500 നിഫ്റ്റി താഴോട്ട് പോയാലും പ്രോഫിറ്റ് ആണ്, വെറുതെ ടൈം തീരുകയാണെങ്കിൽ അപ്പോഴും പ്രോഫിറ്റ് ആണ്. ടൈം തീരുന്നതിനനുസരിച്ച് തന്നെ അപ്സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നമല്ല. അപ്പൊ ബയ്യർക്ക് എന്തൊക്കെ റിസ്ക് ഉണ്ടോ അതൊക്കെ സെല്ലർക്ക് പ്രോഫിറ്റ് മീൻസ് ബെനിഫിറ്റ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ സെല്ലർക്ക് ആക്ച്വലി 3 പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോഴും സെല്ലർക്കാണ് ബെനിഫിറ്റ് വരിക. അതായത് ഒരു സ്ട്രൈക്ക് പ്രൈസ്, നിങ്ങളിപ്പോ ഈ ഒരു പോയിന്റിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ആണ്, ഈ ഒരു പോയിന്റിൽ നിങ്ങൾ ഒരു ബയ്യർ ആണെന്നുണ്ടെങ്കിൽ, ഈ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് അപ്സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുള്ളൂ. ഓക്കെ, ഓപ്ഷൻ ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഓപ്ഷൻ സെൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ നിഫ്റ്റി ആണ് സെൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിഫ്റ്റി താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണ് ഓൾറെഡി. നിഫ്റ്റി താഴോട്ട് പോകാതെ 2 സൈഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരുന്നാലും നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണ്. ഇനി നിഫ്റ്റി മുകളിലോട്ട് പോകുന്ന സമയത്ത് തന്നെ ടൈമും പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളില്ല, നിങ്ങൾക്ക് കോസ്റ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റും, ലോസ് ഇല്ലാതെ എക്സിറ്റ് ചെയ്യാൻ പറ്റും. പോരാത്തതിന് പിന്നെ അത് മാത്രമല്ല, നിഫ്റ്റി ഇനി ഇൻ കേസ് അപ്സൈഡിലേക്ക് മൂവ് ചെയ്തിട്ട് അവസാന ദിവസം മാത്രം ചെറിയൊരു ഫോളോ തന്നാലും നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങളൊരു ട്രേഡ് എടുത്തിട്ട് താഴോട്ട് പോയാലും പ്രോഫിറ്റ്, സൈഡ്വേസ് മൂവ് ചെയ്താലും പ്രോഫിറ്റ്, ഇൻ കേസ് അപ്സൈഡിലേക്ക് മൂവ് ചെയ്താലും ടൈം തീരുകയാണെങ്കിൽ അപ്പോഴും പ്രശ്നമില്ല. അങ്ങനെ ഒരു ബെനിഫിറ്റ്, അത്രയും പ്രോബിലിറ്റി കൂടുതലുള്ളത് സെല്ലറിനാണ്. അതേസമയം ഈ സെല്ലർക്കുള്ള പ്രോഫിറ്റ് ആരുടെ ലോസാണ്? ബയ്യറുടെ ലോസാണ്. അപ്പൊ ബയ്യർക്ക് ലോസ് വരാനുള്ള പ്രോബിലിറ്റി എങ്ങനെയാണ്? ബയ്യർക്ക് താഴോട്ട് പോയാലും ലോസാണ്, ഇങ്ങനെ സൈഡ്വേസ് മൂവ്മെന്റ്, അതായത് 2 സൈഡിലേക്ക് മൂവ് ചെയ്യാതെ ട്രേഡ് ചെയ്താലും ലോസാണ്, ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പോയി താഴോട്ട് വന്നാലും ലോസാണ്. പിന്നെ അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് ടൈം തീർന്നാൽ പ്രത്യേകിച്ച് ബെനിഫിറ്റ് കിട്ടുന്നില്ല. പിന്നെ എപ്പോൾ മാത്രമാണ് ബയ്യർക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്? നിങ്ങൾ ബൈ ചെയ്തതിന് ശേഷം ഫാസ്റ്റ് ആയിട്ട് മൂവ്മെന്റ് നടക്കുമ്പോൾ മാത്രമേ ബയ്യർക്ക് ബെനിഫിറ്റ് ഉള്ളൂ, അപ്പൊ മാത്രമേ സെല്ലർക്ക് ലോസ് ഉള്ളൂ. ബാക്കി എല്ലാ സമയത്തും സെല്ലർക്ക് പ്രോഫിറ്റും ബയ്യർക്ക് ലോസ് വരും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പ്രോബബിലിറ്റിനെ വെച്ച് നോക്കുമ്പോൾ സെല്ലറാണ് എപ്പോഴും പ്രോഫിറ്റ് എടുക്കാൻ ചാൻസ്. ബയ്യർ റയർ ആയിട്ട് പ്രോഫിറ്റ് എടുക്കുള്ളൂ. പക്ഷെ പ്രോഫിറ്റ് എടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമാണ് ബൈയിങ്ങിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്റ്റോക്ക് മാർക്കറ്റിൽ അങ്ങനെ ഒരു അൺലിമിറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു മിത്താണ്. നമുക്ക് അൺലിമിറ്റഡ് പ്രോഫിറ്റ് ഒന്നും എപ്പോഴും എടുക്കാൻ കഴിയില്ല. അത് എപ്പോഴെങ്കിലൊക്കെ ഒരു പ്രോബിലിറ്റിയുടെ കേസ്, അതായത് നമ്മൾ ഇപ്പൊ ലോട്ടറി ഒക്കെ എടുക്കുന്ന പോലെ നമ്മളിപ്പോ ഒരു 10,000 rupees നമ്മൾ ബൈ ചെയ്യാണ്, ഇത് പോയാലും പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ ബൈ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അൺലിമിറ്റഡ് പ്രോഫിറ്റ് ഒക്കെ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അതായത് 2 rupees ലോസ് വരുന്ന സമയത്ത് 4 rupees ടാർഗറ്റ് ഒക്കെ വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ലോസ് ഒന്നും പ്രോഫിറ്റ് ഒന്നും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഈ അൺലിമിറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് തന്നെ ശരി റോങ് ആണ്. എന്താണ് ഈ അൺലിമിറ്റഡ്? നമ്മൾ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ബുക്ക് ചെയ്യുമല്ലോ, ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺലിമിറ്റഡ് അല്ല, അത് വേറെ കേസ്. എനിവേ, നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ എപ്പോഴും റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് അൺലിമിറ്റഡ് പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് എപ്പോഴും ഫിക്സഡ് പ്രോഫിറ്റ്, ഫിക്സഡ് ലോസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ബയ്യറിന് ശരിക്കും വലിയൊരു അഡ്വാൻറ്റേജുകളൊന്നുമില്ല. ആകെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ഈ അൺലിമിറ്റഡ് പ്രോഫിറ്റ് ആണ്. അത് നമ്മൾക്ക് ആക്ച്വലി നമ്മൾ ഡെയിലി ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ആയി ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ടാർഗറ്റ് ഇട്ടിട്ടാണ് ട്രേഡ് ചെയ്യുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പ്രോബിലിറ്റിയും കുറവാണ്, അൺലിമിറ്റഡ് പ്രോഫിറ്റ് എന്നുള്ള ബെനിഫിറ്റ് നമ്മൾ എടുക്കുന്നില്ല. അപ്പൊ ആക്ച്വലി നമ്മൾ ബൈയിങ് വളരെ റോങ് ആയിട്ടുള്ള ഡിസിഷൻ ആണ്. സെല്ലർ ആണെങ്കിലോ, സെല്ലർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ റിസ്ക് റിവാർഡിനനുസരിച്ചിട്ടുള്ള, അതായത് റിസ്ക് റിവാർഡിനനുസരിച്ച് നമ്മൾ പ്രോഫിറ്റും ലോസും ബുക്ക് ചെയ്യും. പോരാത്തതിന് പ്രോബിലിറ്റി കൂടുതലാണ്. അപ്പൊ അതാണ് ബൈയിങ് സെല്ലിംഗ് തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. സെല്ലിങ്ങിന് പ്രോബിലിറ്റി കൂടുതലായിരിക്കും. നല്ല രീതിയിൽ നമുക്ക് റിസ്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ സെല്ലിംഗ് ആണ്.
ബൈയിങ് അങ്ങനെയല്ല, നമുക്ക് റിസ്ക് മാനേജ് ചെയ്ത് കഴിഞ്ഞാലാണ് ആക്ച്വലി അതിന്റെ ഓപ്പർച്യൂണിറ്റി പോവുക. നമ്മൾ റിസ്ക് മാനേജ് ചെയ്യാതെ കംപ്ലീറ്റ് റിസ്ക് എടുത്തുകൊണ്ട് ഹോൾഡ് ചെയ്യുമ്പോൾ മാത്രമേ ബൈയിങ്ങിന് നമുക്ക് പ്രോഫിറ്റ് വരുള്ളൂ. അതായത് നമ്മൾ കറക്റ്റ് പോയിന്റിൽ ബുക്ക് ചെയ്യാൻ പാടില്ല, നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഒരു 1 month അല്ലെങ്കിൽ 1 വീക്കിനുള്ള ഓപ്ഷനാണ് ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ 1 month ഹോൾഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ 1 week ഹോൾഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്, ലോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ പോയിക്കോട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു ട്രേഡ് എടുത്താലേ ബൈയിങ്ങിന് നമുക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബൈയിങ് ഫ്ലോപ്പ് ആവാനാണ് ചാൻസ്. ഇതാണ് ഇന്നത്തെ കംപ്ലീറ്റ് പോർഷൻ. 8 മണി കഴിഞ്ഞ് 1 minute. ഓക്കെ, കറക്റ്റ്. അപ്പൊ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒരു 5 minute കൂടി ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചോദിക്കാം. 8:05 വരെ സമയമുണ്ട്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് 8:05 കട്ടാവുന്നതാണ്. ഓക്കെ. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ നമ്മൾ ഈ സെല്ല് ചെയ്യുന്ന സമയത്ത് സ്ട്രൈക്ക് പ്രൈസിനോട് അടുത്തോട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതിപ്പം ഇനി നമ്മൾ എടുത്തേക്കുന്ന സ്ട്രൈക്ക് പ്രൈസിലോട്ടും പിന്നെ താഴെ പോകും എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്ത് ആ പോകുന്നതിന് മുമ്പേ നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ? ആക്ച്വലി എനിക്ക് ക്ലിയർ ആയില്ല. നമ്മൾ ബൈ ചെയ്യുന്ന സമയത്ത് അല്ല, സെല് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന സ്ട്രൈക്ക് പ്രൈസിൽ നിന്ന് താഴോട്ട് പോയാൽ ലോസ് ആണല്ലോ. അതെ. അപ്പൊ അതിന് തൊട്ട് മുമ്പായിട്ടല്ല അതിനോട് അടുത്തോട്ട് വരുമ്പോൾ നമുക്ക് ഇത് പിന്നെയും താഴോട്ട് പോകും എന്നുള്ള ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷനിൽ എക്സിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു നമ്മുടെ ഇൻട്രാഡേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ചെയ്യാം. ആ അൺലിമിറ്റഡ് ലോസ് വരുന്ന സമയത്ത് അവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അൺലിമിറ്റഡ് റിസ്ക് ഒന്നുമില്ല. ആക്ച്വലി ഇത് പറയുമ്പോൾ അൺലിമിറ്റഡ് റിസ്ക് എന്ന് പറയെങ്കിലും അൺലിമിറ്റഡ് റിസ്ക് ഒന്നുമില്ല. അത് നമ്മൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറക്കാൻ പറ്റുന്നേ ഉള്ളൂ. അത് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് നമുക്ക് എക്സിറ്റ് ചെയ്ത് പോകാം. ഇനി അതല്ല നമ്മൾ ഷോർട്ട് ടേം ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം, നേരത്തെ നമ്മൾ മാർജിൻ കുറക്കാൻ വേണ്ടിയിട്ട് ഒരു ബൈ കീപ്പ് ചെയ്താൽ മതി എന്ന് പറയല്ലോ. അതായത് അൺലിമിറ്റഡ് ലോസ് ഉള്ളത് അത് കുറക്കാൻ വേണ്ടിയിട്ട് ഒരു ബൈ പൊസിഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ അൺലിമിറ്റഡ് ലോസ് പോയി. അപ്പൊ അൺലിമിറ്റഡ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേക്കഡ് സെല്ല് ചെയ്യുമ്പോഴാണ്, നമ്മളൊരു റിസ്ക്കും മാനേജ് ചെയ്യാതെ ജസ്റ്റ് ഒരു സെൽ മാത്രം ഇട്ടാലാണ് നമുക്ക് അൺലിമിറ്റഡ് ലോസ് എന്നുള്ള ഒരു പ്രശ്നം വരുന്നുള്ളൂ. നമ്മളൊരു സെൽ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഒരു ബൈ പോസ്റ്റിന് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസ്ക് മാനേജ് ആയി. പിന്നെ നമുക്ക് ലിമിറ്റഡ് റിസ്കേ വരുള്ളൂ. നമ്മൾ എത്രയാണോ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളത് അത്ര ലോസ് മാത്രമേ നമുക്ക് വരുള്ളൂ. പിന്നെ ഇൻട്രാഡേ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം, എവിടെയാണ് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടത്. റിസ്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാം ഓപ്ഷൻസ് ഇല്ലെങ്കിൽ. ഒരിക്കലും അൺലിമിറ്റഡ് റിസ്കേ അല്ല. അപ്പൊ അതുകൊണ്ടാണ് അത്രയും ബെസ്റ്റ് സെല്ലിംഗ് ആണെന്ന് പറയുന്നത് എല്ലാവരും. ഹലോ, ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ ഞാൻ സെൻസിബിളിന്റെ പ്ലാറ്റ്ഫോമിൽ വെർച്വൽ ട്രേഡ് ചെയ്യുന്നുണ്ട് ഒരു 1 to 2 monthോളായിട്ട്. OTM സ്ട്രൈക്ക് വെച്ചിട്ടാ ചെയ്യുന്നത്, സെയിലാ ചെയ്യുന്നത്. കോളും പുട്ടും സെയിൽ ചെയ്തിട്ടാ ചെയ്യുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ടൈം DK വെച്ചിട്ട് എല്ലാ തവണയും പ്രോഫിറ്റ് ആവുന്നുണ്ട് അതിന്റെ ബെനിഫിറ്റ് വെച്ചിട്ട്. ഇൻ കേസ് അതൊരു ബ്രേക്ക് ഇവൺ കൂടെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അതിനെങ്ങനെ ഒരു 1:1 ലോസിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും? അതാ എന്റെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പറ്റുമെന്നാണോ ചോദിച്ചത്? പറ്റുമെന്ന്. ഇപ്പൊ ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു 1:3 1:4 ലോസ് കൂടുതലാണ്, പ്രോഫിറ്റ് കുറവാണ്, ആ ഒരു സംഭവമാണ് ചോദിച്ചത് അല്ലേ? ഇൻ കേസ് അത് ബ്രേക്ക് ഇവൺ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്സിനെ പറ്റിയാണ് ചോദിച്ചത്. അതെ. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാൻ പറ്റും. നമ്മള് അത് പല രീതിയിലാണ് ചെയ്യുക. നമ്മുടെ ടോപ്പിക് അത് അല്ല, ഞാൻ ജസ്റ്റ് പെട്ടെന്ന് പറയാം. അത് നമ്മളിപ്പോൾ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യും, പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യും. പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന സമയത്ത് താഴോട്ടാണ് പോയതെന്നുണ്ടെങ്കിൽ കോൾ ഓപ്ഷനിലുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് താഴോട്ട് റോൾ ഓവർ ചെയ്ത് പോകാന്നുള്ള രീതിയിലാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുക. ബേസിക് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റാഡിൽസ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് സ്ട്രൈക്ക് പ്രൈസിൽ പുതിയ സ്റ്റാഡിൽസ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ പല മെത്തേഡുകളാണ്. നമ്മുടെ ടോപ്പിക് അതല്ലാത്തതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അങ്ങനെ ചെയ്യാൻ പറ്റും. അതാണ് അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. കൂടുതലായിട്ട് അതിനെ കുറിച്ചിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? 8:05 ആവാറായി. പെട്ടെന്ന് ചോദിച്ചാൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ ചേട്ടാ കേൾക്കണ്ടോ പറയണത്? നമ്മളിപ്പോ എക്സ്പയറി ഡേയുടെ ദിവസം നമ്മള് എപ്പോഴത് ഇത് ക്യാൻസൽ ചെയ്യേണ്ടത്? അതായത് പ്രോഫിറ്റ് ആണെങ്കിൽ ഇതാണ് ബുക്ക് ചെയ്യേണ്ട ആവശ്യം, അത് ഓട്ടോ സ്ക്വയർ ഓഫ് ആവും? ഓക്കെ, നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ഓട്ടോ സ്ക്വയർ ഓഫ് ആവും. ഇപ്പൊ സ്റ്റോക്സിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആവും, അത് ബ്രോക്കർ എക്സിറ്റ് ചെയ്യും. ആക്ച്വലി നമ്മളിപ്പോ സെല്ലും ബൈയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിസ്ക് ഓൾറെഡി കൺട്രോൾഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ എക്സിറ്റ് ആവും, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അങ്ങനെ ബ്രോക്കർ എക്സിറ്റ് ചെയ്യുമ്പോൾ അവർ ചെറിയൊരു ചാർജ് പിടിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ എക്സ്പയറി ഡേയിൽ നമ്മൾ തന്നെ എക്സിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് നമുക്കത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചാർജ് ഓക്കെ, ഈ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയില് ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രോക്കറിനെ സ്കോർ ഓഫ് ചെയ്യും, അതിനെ വേറെ ഫൈൻ എക്സിക്യൂട്ട് ചെയ്യും. അതിനും ചാർജ് ഉണ്ട്. അതെ, അതിനും ചാർജ് ഉണ്ട്. ഓക്കെ, താങ്ക് യു.
ഓക്കെ, സോ വേറെ ക്വസ്റ്റ്യൻസ് ഇല്ലാന്ന് വിചാരിക്കുന്നു. ഹലോ, ഒരാളും കൂടി ഒന്ന് പറഞ്ഞു. ബൈയിങ്ങിന്റെ ഡൗട്ട് ചോദിക്കാൻ പറ്റുമോ? പറഞ്ഞോളൂ. ഓക്കെ. ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്യുമ്പം ATM ആണോ ഓക്കെ, അത് ബൈ ചെയ്യുന്ന സമയത്ത് പല രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ ഏതാണ് നമ്മുടെ പ്ലാൻ എന്താണ് അതിനനുസരിച്ചിരിക്കും നമ്മുടെ സ്ട്രൈക്ക് സെലക്ഷൻ ഒക്കെ. നോർമലി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബൈ ചെയ്തിട്ട് നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, അതായത് ഒരു ബിഗ് മൂവ്മെന്റ് വരുമ്പോൾ ബിഗ് പ്രോഫിറ്റ് വരിക, അങ്ങനെ അത്തരത്തിലുള്ള എന്താ പറയുക ടാർഗറ്റ് ആണെന്നുണ്ടെങ്കിൽ നോർമലി എല്ലാവരും ചെയ്യുക നമ്മുടെ ATM സ്ട്രൈക്കിന്റെ തൊട്ട് മുകളിലുള്ള സ്ട്രൈക്കാണ് നോർമലി ബൈ ചെയ്യാറ്. കാരണം ഒരു സ്ട്രൈക്ക് ATM സ്ട്രൈക്ക് ആവുമ്പോഴാണ് അതിൽ പ്രൈസ് അപ്രീസിയേഷൻ ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഏത് സെലക്ട് ചെയ്യണം? OTM ആയിട്ട് തൊട്ടടുത്തുള്ള OTM ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആ OTM സ്ട്രൈക്ക് ATM സ്ട്രൈക്ക് ആയിട്ട് മാറും. അങ്ങനെ ആ ഒരു ചേഞ്ച് വരുന്ന സമയത്ത് ഫാസ്റ്റ് ആയിട്ട് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി. അപ്പം ATM സ്ട്രൈക്കിന്റെ തൊട്ട് മുകളിലുള്ളതാണ് നോർമലി പ്രിഫർ ചെയ്യുക. പക്ഷെ നിങ്ങളുടെ പ്ലാൻ എങ്ങനെയാണ് അതിനനുസരിച്ചിരിക്കും സ്ട്രൈക്ക് സെലക്ഷൻ. നോർമൽ സെലക്ഷൻ ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ടൈം ഏകദേശം. പക്ഷെ ITM സ്ട്രൈക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീറ്റടിക്ക് അത് അങ്ങനെയൊക്കെ പറയാം. പക്ഷെ അതൊക്കെ ആക്ച്വലി വർക്ക്ഔട്ട് ആയി വരുമ്പോ നിങ്ങളത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ബെനിഫിറ്റ് എന്നുള്ളത്. ചെയ്ത് നോക്കുമ്പോൾ ആക്ച്വലി OTM ആണ് ബെനിഫിറ്റ് ആയി നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഗ്രീക്സ് ഒക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ITM സ്ട്രൈക്ക് ബൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്ര DK കുറവാണ്, അതാണ് ഇതാണ് നമുക്ക് തോന്നും. പക്ഷെ ആക്ച്വലി എനിക്കത് റോങ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ ചെയ്ത് മീൻസ് പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കിയാൽ മതി. ഗ്രീക്സ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാതിരിക്കുന്നതാവും നല്ലത്. എനിവേ, ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 1 hour കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. നമ്മുടെ ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. നമ്മുടെ വോയിസ് ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. ഗുഡ് നൈറ്റ്. Thank you.